بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين قل لئن اجتمعت الإنس والجن على أن يأتوا بمثل هذا القرآن لا يأتون بمثله ولو كان بعضهم لبعض ظهيرا എൻ്റെ പേര് റോയ് സെബാസ്റ്റ്യൻ. എൻ്റെ ചോദ്യം ഖുർആനിൽ നിന്നാണ്. ഖുർആനിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെ നിഷേധിക്കുന്ന ഭാഗമാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒമാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും വഇന്നല്ലദീന ഇഖ്തലഫൂ ഫീഹി ലഫീ ശക്കിൻ മിൻഹു എന്ന് തുടങ്ങി ദീർഘമായി പ്രസ്താവിക്കുന്ന ആ കാര്യത്തിൽ ആരാണ് വന്നിനെ ഇത്തിബാ ചെയ്തത് എന്നാണ് എൻ്റെ ചോദ്യം. കാരണം യഹൂദന്മാർ മശിഹാവാദം പുറപ്പെടുവിച്ച ക്രിസ്തുവിനെ തന്നെയാണ് ക്രൂശിച്ചതെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. ക്രിസ്ത്യാനികളാകട്ടെ തങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടി മശിഹ മരിച്ചു എന്ന് വാദിക്കുന്നു, ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ പിന്നെ ആരാണ് അവിടെ ഇല്ലത്തിബാ അള്ളന്നെ? ബഹുമാനപ്പെട്ട അക്ബർ സാറ് അതിന് വിശദീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാന്യ സുഹൃത്ത് പാസ്റ്റർ റോയ് സെബാസ്റ്റ്യൻ്റെ ചോദ്യം പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തു നിസായിലെ 157-158 വചനങ്ങളിൽ ഖുർആൻ പറയുന്ന കാര്യമുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ക്രൂശിച്ചു എന്ന യഹൂദന്മാരുടെ വാദത്തെ ഖുർആൻ ഗണ്ണിക്കുകയാണ്. യഹൂദന്മാർ അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ ക്രൂശിച്ചു കൊന്നു എന്ന് പറഞ്ഞതിനാൽ. എന്നാൽ ആ ബാക്കി ഭാഗമാണ് ബഹുമാന്യ സുഹൃത്ത് ഉദ്ധരിച്ചിട്ടുള്ളത്. വമാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും വഇന്നല്ലദീന ഇഖ്തലഫൂ ഫീഹി ലഫീ ശക്കിൻ മിൻഹു എന്ന് തുടങ്ങുന്ന വചനങ്ങൾ. അവിടെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് 2 കാര്യങ്ങൾ, അടിസ്ഥാനപരമായി സ്ഥാപിച്ചിട്ടുള്ള 2 കാര്യങ്ങളാണ്. അതോടൊപ്പം അനുബന്ധമായി പറഞ്ഞിട്ടുള്ള 2 അനുബന്ധകങ്ങളും. ഒന്ന്, അദ്ദേഹം ക്രൂശിക്കപ്പെട്ടിട്ടില്ല, അദ്ദേഹം കൊലപ്പെടുത്തപ്പെട്ടിട്ടില്ല. 2 കാര്യങ്ങൾ. അനുബന്ധമായി പറഞ്ഞിട്ടുള്ളത് അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ വന്നിനെ ഊഹത്തെ പിന്തുടരുക മാത്രമാണ് ചെയ്യുന്നത്. ഒന്ന്. രണ്ടാമത്തേത്, അവർ ആ വിഷയത്തിൽ വൈന്നല്ലദീന ഇഖ്തലഫൂ ഫീഹി ലഫീ ശക്കിൻ മിൻഹു, അവർ ആ വിഷയത്തിൽ ഇഖ്തിലാഫിലാണ്, ഷക്കിലുമാണ്. അവർ ഷക്കിൽ ഏർപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഇഖ്തിലാഫിലാണ്, അഭിപ്രായ വ്യത്യാസത്തിലാണ്, അല്ലെങ്കിൽ അതുപോലെ അഭിപ്രായ വ്യത്യാസത്തിൽ ഏർപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ അവർ സംശയാലുക്കളാണ്. ഇവിടെ ബഹുമാന്യ സുഹൃത്തിന്റെ ചോദ്യം, ആരാണ് ഊഹത്തെ പിന്തുടരുന്നത് എന്നാണ്. യഹൂദന്മാർ വിശ്വസിച്ചു എന്ത്? യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്ന്. ക്രൈസ്തവരും വിശ്വസിക്കുന്നു യേശു ക്രൂശിക്കപ്പെട്ടു എന്ന്. ഈ 2 വിശ്വാസങ്ങൾക്കും ചില അടിസ്ഥാനപരമായ അന്തരമുണ്ട്. യഹൂദന്മാർ വിശ്വസിച്ചത് യേശു ക്രൂശിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കാൻ കാരണം ആവർത്തന പുസ്തകത്തിലെ 20-ാം അധ്യായത്തിലെ 23-ാമത്തെ വചനത്തിൽ പറയുന്നത് പ്രകാരം മരത്തിൽ തൂക്കപ്പെട്ടവൻ ശാപഗ്രസ്തനാണ്, ശപിക്കപ്പെട്ടവനാണ്.
അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു അദ്ദേഹം ശപിക്കപ്പെട്ടവനാണ് എന്ന് ലോകത്തിന്റെ മുന്നിൽ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അവർ ക്രൂശീകരണത്തിന് വേണ്ടി പരിശ്രമിച്ചത്. ക്രൈസ്തവർ വിശ്വസിക്കുന്നത് അദ്ദേഹം ക്രൂശിക്കപ്പെട്ടു എന്നാണ്. എന്തുകൊണ്ടെന്നാൽ കുരിശിൽ സകല പാപങ്ങളും നിവർത്തിക്കപ്പെട്ടു എന്നുള്ള ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആണിക്കല്ല്. ഈ രണ്ട് കാര്യങ്ങളിൽ തന്നെ അഭിപ്രായ വ്യത്യാസത്തിലാണ്. എന്തിനു വേണ്ടി ക്രൂശിക്കപ്പെട്ടു? ഇനി ക്രൂശീകരണം എന്ന യാഥാർത്ഥ്യമാണോ അല്ലയോ? പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്. എന്താണ് ഇവിടെ വന്നിനെ പിന്തുടരുന്നത്? എന്താണ് ഇവിടെ ഊഹത്തെ പിന്തുടരുന്നത്? യേശു ക്രൂശിക്കപ്പെട്ടു എന്ന് വാദമുണ്ട്. ആ വാദത്തിന് എന്താ തെളിവ്? ക്രൂശിക്കപ്പെട്ടു എന്ന വാദം, അതിനെന്താ തെളിവ്? അതിന് ഈ ഭൂമിയിൽ ആകെയുള്ള തെളിവ് 4 സുവിശേഷങ്ങളിലുള്ള തെളിവാണ്. 4 സുവിശേഷങ്ങളിൽ മത്തായിയും മാർക്കോസും ലൂക്കോസും യോഹന്നാനും എഴുതി വെച്ചിട്ടുണ്ട് യേശു ക്രിസ്തു ക്രൂശീകരിക്കപ്പെട്ടു എന്ന്. ഇതാണ് ആകെയുള്ള തെളിവ്. പിലാത്തോസിന്റെ രേഖകളിൽ ആ രൂപത്തിലുള്ള ഒരു തെളിവില്ല. പിന്നെ ആകെയുള്ളത് ഫിലോയൂദിയോസിന്റെയും അതേപോലെ തന്നെ ആദിമ കാലഘട്ടത്തിലേത് എന്ന് പറയപ്പെടുന്ന ചില ചരിത്ര പുസ്തകങ്ങളിലും ഉണ്ട് എന്ന് പറയുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള പരാമർശങ്ങളാണ്. ആ ചരിത്ര പരാമർശങ്ങളെ കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ ഏറെ വിവാദങ്ങളുണ്ട്. അത് പിൽക്കാലഘട്ടത്തിൽ അത്തരം ഗ്രന്ഥങ്ങളിൽ ക്രൈസ്തവർ പിന്നീട് എഴുതി ചേർത്തതാണ് എന്നിവർ അഭിപ്രായപ്പെടുന്ന ചരിത്ര പണ്ഡിതന്മാരുടെ ഏതായിരുന്നാലും നമ്മൾ അങ്ങോട്ട് പോകേണ്ടതില്ല. ഇവിടെ ഇന്ന് നമ്മുടെ മുന്നിലുള്ള തെളിവ് മത്തായും മാർക്കോസും ലൂക്കോസും യോഹന്നാനും പറയുന്നതാണ്. ഇതാണ് ആകെയുള്ള തെളിവ് ക്രൂശീകരണത്തിന്. ലനിനെയാണോ പിന്തുടരുന്നതെന്ന് നമ്മൾ പരിശോധിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഇതിൽ മത്തായിയോ മാർക്കോസോ യോഹന്നാനോ അല്ലെങ്കിൽ പിന്നെ ലൂക്കോസോ ഈ സംഭവത്തിന് ദൃക്സാക്ഷിയാണോ? 4 പേരും ദൃക്സാക്ഷികളല്ല. 4 പേരും ദൃക്സാക്ഷികളല്ല. ബൈബിളിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇനി വാദത്തിനു വേണ്ടി 4 പേരും ദൃക്സാക്ഷികളാണെന്ന് നമ്മൾ സമ്മതിക്കുക. ഈ 4 പേരും ഈ സംഭവത്തിന് സാക്ഷികളാണ്. ആകെ സാക്ഷികളായിട്ടുള്ള ഈ 4 ആളാണ്. 4 രചനകളിൽ പറയുന്ന കാര്യങ്ങളാണ് സാക്ഷ്യമായിട്ട് നമ്മുടെ മുന്നിലുള്ളത്. അവർ ദൃക്സാക്ഷികളാണെന്ന് വാദത്തിന് വേണ്ടി നമ്മൾ സമ്മതിക്കുക. എന്നിട്ട് 4 പേരെയും നമ്മൾ ഒരു കോടതിയിലേക്ക് ഈ കാര്യത്തിൽ വന്നിനെയാണോ ഊഹത്തെയാണോ പിന്തുടരുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടി ഒരു കോടതിയിൽ കൊണ്ടുപോവുക. ഒരു കോടതിയിൽ വെച്ച് ഇവരെ 4 പേരെയും നമ്മളൊന്ന് വിചാരണ നടത്തി നോക്കുക. എന്തായിരിക്കും അവസ്ഥ നമുക്കപ്പോൾ കാണാൻ കഴിയും. എന്താണത്? ക്രൂശീകരിക്കപ്പെട്ടു എന്ന് 4 ആൾ ഒരേപോലെ പറയുന്നു. അതിനെന്താ കാരണം എന്ന് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് 4 ആൾ ഒരേപോലെ ഇക്കാര്യം പറയുന്നു എന്നുള്ളത്. ക്രൂശീകരിക്കപ്പെട്ടു എന്ന് 4 ആളും പറയുന്നു. 4 ആളും വാദത്തിന് വേണ്ടി ദൃക്സാക്ഷികളാണ് എന്നും വാദിക്കുന്നു എന്ന് വിചാരിക്കുക. കോടതി ചോദിക്കുന്നു, എങ്ങനെ? ആദ്യം മുതൽ ക്രൂശീകരണമാണല്ലോ സംഭവം. ആദ്യം മുതൽക്ക് തന്നെ നമ്മൾക്കൊന്ന് കോടതി ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഇദ്ദേഹം പിടിക്കപ്പെട്ടത്? എങ്ങനെയാണ് ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി പിടിക്കപ്പെട്ടത്? മത്തായി പറയുന്നു യേശു ക്രിസ്തു പിടിക്കപ്പെട്ടത് യേശുവും ശിഷ്യന്മാരും കൂടി നിൽക്കുന്ന സമയത്ത് ആദ്യം യൂദാസ് കയറുന്നു വന്നു. അങ്ങനെ യൂദാസ് വന്ന സമയത്ത് പിന്നീട് പിലാത്തോസിന്റെ പടയാളികൾ വന്നു. ഈ സമയത്ത് യേശു ക്രിസ്തുവിന് ഒരു ചുംബനത്തിലൂടെ യൂദാസ് ഒറ്റുകൊടുത്തു. ഇതാണ് ആർക്ക് പറയാനുള്ളത്? മത്തായിക്ക് പറയാനുള്ളത്. എന്നാൽ യോഹന്നാനോട് ചോദിക്കുകയാണ്, ഇതേ സംഭവം എങ്ങനെയാണ്? അപ്പൊ അദ്ദേഹം പറയുന്നു, അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായത് ഈ യൂദാസും കൂട്ടരും കൂടി വന്നു. ഈ സമയത്ത് യേശുക്രിസ്തു ചോദിച്ചു, നീയാണോ മനുഷ്യപുത്രൻ ഒറ്റുകൊടുക്കാൻ പോകുന്നത്? നിങ്ങൾ ആരെയാണ് തിരയുന്നത്? അദ്ദേഹം ചോദിച്ചത് അതിലെല്ലാം മർക്കോസിലാണുള്ളത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് പടയാളികളോട് യേശു ചോദിക്കുകയാണ്, നിങ്ങൾ ആരെയാണ് തിരയുന്നത്? എന്നിട്ട് യേശു സ്വയം കീഴടങ്ങുന്നതായിട്ടുള്ള രംഗമാണ് അവിടെ കാണുന്നത്. അവിടെ ചുംബനത്തെക്കുറിച്ചോ ചതിയുടെ ചുംബനത്തെക്കുറിച്ചോ യാതൊരു പരാമർശവുമില്ല. ഇങ്ങനെ തുടങ്ങുന്നു കാര്യങ്ങൾ.
ഇങ്ങനെ തുടങ്ങുന്നു കാര്യങ്ങൾ. ഇങ്ങനെ നിരവധി വൈരുദ്ധ്യങ്ങൾ ഇവരുടെ വർത്തമാനങ്ങളിൽ. ഈ 4 സാക്ഷികളുടെ വർത്തമാനങ്ങളിൽ അനവധി വൈരുദ്ധ്യങ്ങൾ. എങ്ങോട്ടാണ് കൊണ്ടുപോയത്? ആദ്യമായി പിടിക്കപ്പെട്ട ശേഷം എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്ന് ചോദിക്കുകയാണെങ്കിൽ മത്തായി പറയും അന്നാസിന്റെ അടുക്കലേക്കാണ്. അതേസമയം മർക്കോസ് പറയും, ലൂക്കോസ് പറയും കയ്യാഫാസിന്റെ അടുക്കലേക്കാണ്. എന്തിനധികം ക്രൂശീകരണം കണ്ടതാണല്ലോ. അവസാനമായി എങ്ങനെയാണ് ഇദ്ദേഹം മരിച്ചത്? ക്രൂശീകരണമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എങ്ങനെയാണ് യേശു ക്രിസ്തു മരിച്ചത്? അപ്പോൾ മത്തായി പറയാണ് ക്രൂശിൽ കിടന്ന് നിലവിളിച്ചു പൊട്ടി പൊട്ടി കരഞ്ഞു യേശു, ഏലി ഏലി ലമ്മാ സബക്താനി, ദൈവമേ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്താണ് എന്ന് പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞു. ഇത് മത്തായി പറയാം. യോഹന്നാനോട് ചോദിക്കതേ ചോദ്യം. യോഹന്നാൻ പറയും യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നു. ഈ സമയത്ത് അദ്ദേഹം പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു എന്ന്. അപ്പോ പടയാളികളിൽ ഒരാൾ ഈസോപ്പ് ദണ്ട് വിനാഗിരിയിൽ മുക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വായിൽ കൊണ്ടുപോയി വെച്ചു കൊടുത്തു. അതിന് അദ്ദേഹം വിനാഗിരി ആസ്വദിച്ചു. അതിനുശേഷം തല ചായ്ച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞതിന് ശേഷം തല ചായ്ച്ച് സമാധാനത്തോടെ ജീവനെ ഏൽപ്പിച്ചു കൊടുത്തു. ഇത് ഞാൻ പറയുന്ന 4 ദൃക്സാക്ഷികളുടെ അവസ്ഥയാണ്. ഒരേ സംഭവം നടന്നു എന്നതിന് സാക്ഷികളായി ആകുള്ള ആളുകൾ ഈ 4 പേർ. ഈ 4 പേർ തന്നെ പറയുന്നത് ഈ സംഭവത്തെക്കുറിച്ച് വിരുദ്ധമായ വിവരണങ്ങൾ. ഈ സംഭവം നടന്നു എന്നത് ഏതെങ്കിലും ഒരു കോടതി അംഗീകരിക്കും. ഇപ്പൊ ഞാൻ ഇവിടുന്ന് പറയാണ്, ഇവിടെ ജംഗ്ഷനിൽ വെച്ചൊരു അപകടം ഉണ്ടായി, ആ അപകടത്തിലാണ് ഇയാൾ മരിച്ചത് എന്ന് പറഞ്ഞ ആ മരണത്തെക്കുറിച്ച് സാക്ഷിയായി ഞാൻ കോടതിയിൽ പോകുന്നു. ഇതിന് 4 സാക്ഷികളുണ്ട്. ഞാൻ പറയുന്നു അപകടം മോട്ടോർ ബൈക്കും കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. വേറെ ആൾ പറയുന്നു ഇത് അപകടം, ഇയാൾ മരിച്ച അപകടം സംഭവിച്ചത് ഒരു ഓട്ടോറിക്ഷയും കാറും തമ്മിൽ കൂട്ടിയിടിച്ചിട്ടാണ്. മറ്റേ ആൾ പറയുന്നു ലോറിയും സൈക്കിളും തമ്മിൽ കൂട്ടിയിടിച്ചിട്ടാണ് സംഭവിച്ചത്. ഇങ്ങനെ പല രീതിയിൽ ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞാൽ കോടതി എന്താ പറയാ? ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഊഹത്തെ മാത്രമേ പിന്തുടരാനുള്ളൂ. നിങ്ങൾക്ക് ഊഹല്ലാതെ വേറൊന്നുമില്ല, തെളിവില്ലാത്ത ഊഹത്തെ മാത്രമാണ് നിങ്ങൾ പിന്തുടരുന്നത്. ആ ഊഹത്തെയാണ് ക്രൈസ്തവരും യഹൂദരും പിന്തുടർന്നു കൊണ്ടിരിക്കുന്നത്. തെളിവില്ലാത്ത കേവല ഊഹം. ആ ഊഹമാണ് ക്രൂശീകരണത്തെ സംബന്ധിച്ച ഊഹം. ഇനി അത് മാത്രമല്ല, യേശു ക്രിസ്തു ക്രൂശീകരിക്കപ്പെട്ടു എന്ന് 4 സാക്ഷികൾ ഞാൻ പറഞ്ഞല്ലോ. 4 ആയിരുന്നില്ല ഉണ്ടായിരുന്നത്, ഒരുപാട് സുവിശേഷങ്ങൾ ഉണ്ടായിരുന്നു. AD 325 നിക്കിയാ സുനഹദോസിന് ശേഷം യേശുവിന്റെ ക്രൂശീകരണം എന്ന ക്രൈസ്തവ തത്വത്തിന്റെ പൗലോസ് കൊണ്ടുവന്ന ക്രൂശീകരണം എന്ന തത്വത്തെ സാധൂകരിക്കുന്ന സുവിശേഷങ്ങൾ മാത്രം നിലനിർത്തുകയും ബാക്കിയെല്ലാം നശിപ്പിക്കുകയുമാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെതിരിലുള്ള തെളിവുകൾ ഇന്ന് നമുക്ക് ലഭ്യമല്ല. ലഭ്യമായിടത്തോളം വളരെ വിരുദ്ധമായ അഭിപ്രായങ്ങൾ ഉണ്ട് താനും. ഉദാഹരണത്തിന് വെള്ളക്കാരുടെ നാട്ടിൽ കറുത്തവരുടെയും എന്ന പേരിലൊരു പുസ്തകമാണ്. ഒരു ക്രൈസ്തവ ഗ്രന്ഥകാരൻ്റെതാണ് പുസ്തകം. അദ്ദേഹം ഇസ്രായേലിൽ പോയി അവിടുത്തെ കുറെ സംഭവങ്ങൾ വിശദീകരിച്ച് അദ്ദേഹത്തിന്റെ യാത്രാ വിവരണം പറയുന്നിടത്ത് PT അബ്രഹാം എന്ന് പറയുന്ന എഴുത്തുകാരൻ അദ്ദേഹം പ്രസ്തുത പുസ്തകത്തിൽ ഇസ്രായേലിൽ നിന്ന് അടുത്ത കാലഘട്ടത്തിൽ കണ്ടെടുത്ത ജെയിംസിന്റെ ഒരു ലേഖനത്തെക്കുറിച്ച് പറയുന്നു. ജെയിംസിന്റെ ഒരു കത്തിനെ കുറിച്ച്. ജെയിംസിന്റെ കത്തിൽ പറയുന്നത് യഥാർത്ഥത്തിൽ യേശുവല്ല ക്രൂശീകരിക്കപ്പെട്ടത് എന്നാണ്, മറിച്ചൊരു ശിഷ്യൻ യേശുവിന് പകരമായി ക്രൂശീകരിക്കപ്പെട്ടു എന്നും യേശുവാണ് എന്ന ധാരണയാണ് ഉണ്ടായത് എന്നുമാണ് ആ കത്തിൽ പറയുന്നത് എന്ന് ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഈ ആദിമ കാലഘട്ടത്തിൽ ഇവർ തള്ളിക്കളഞ്ഞ, അഥവാ AD 325 നിക്കിയാ സുനഹദോസ് തള്ളിക്കളഞ്ഞ സുവിശേഷങ്ങളിൽ ഒന്നായി രേഖപ്പെടുത്തപ്പെട്ട രേഖകളിലുള്ളതാണ് ബർന്നബാസിന്റെ സുവിശേഷം. ആ ബർന്നബാസിന്റെ സുവിശേഷം പിൽക്കാലഘട്ടത്തിൽ കണ്ടെടുക്കപ്പെട്ടു എന്ന്
പല ചരിത്രകാരന്മാരും രേഖപ്പെടുത്തുന്ന ആ സുവിശേഷത്തിൽ പറയുന്നത് യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവല്ല പൗലോസ് യൂദാസാണ് ക്രൂശീകരിക്കപ്പെട്ടത് എന്ന്. ഇവിടെ എന്തായിരുന്നാലും അവിടെ ഒരു കൃത്യമായ ഒരു അഭിപ്രായം ഈ വിഷയത്തിൽ അവർക്കിടയിൽ ഉണ്ടായതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. മറിച്ച് എന്താണ്, അഭിപ്രായ വ്യത്യാസങ്ങളാണ് എല്ലായിടത്തും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ള സ്ഥലത്ത് ആകെ ക്രൂശീകരണമെന്ന കാര്യം അത് സ്ഥാപിക്കുന്ന ആകെയുള്ള തെളിവ് ഇന്ന് നിലനിൽക്കുന്ന ബൈബിളിലെ 4 സുവിശേഷങ്ങളാണ്. ആ സുവിശേഷങ്ങൾ പ്രകാരം ഒരു വസ്തുത ആണ് ക്രൂശീകരണം എന്ന് പറയാൻ സാധ്യമല്ല. അത്തരം ഒരു അവസരത്തിലാണ് പരിശുദ്ധ ഖുർആനിലൂടെ പടച്ച തമ്പുരാന്റെ നിർണിതമായ വചനങ്ങൾ വരുന്നത്. എന്താണത്? വമാ ഖതലുഹു വമാ സലബുഹു. അവർ ക്രൂശിച്ചിട്ടില്ല, കൊല ചെയ്യുകയും ചെയ്തിട്ടില്ല. പിന്നെന്താണ്? ബൽ റഫഅഹുല്ലാഹി ഇലൈഹി. അല്ലാഹുവിങ്കലേക്ക് അദ്ദേഹത്തെ ഉയർത്തുകയാണ് ചെയ്തത്. പടച്ചോന്റെ വചനാണ്. പിന്നെ ഈ വിഷയത്തിൽ പലതും പറയുന്നുണ്ട്. ആ പറയുന്ന കാര്യത്തിൽ എന്ത് മാത്രമാണ് അവർക്കുള്ളത്? വന്ന് മാത്രമുള്ളത്, വെറും ഊഹം മാത്രമുള്ളത്. വസ്തുത എന്ന് പറയാൻ പറ്റിയ കാര്യങ്ങളൊന്നുമേ ഇല്ല. കാരണം വസ്തുതയാണെങ്കിൽ വസ്തുനിഷ്ഠമായ തെളിവ് വേണം. വസ്തുനിഷ്ഠമായ തെളിവില്ല. ഉള്ള തെളിവോ വൈരുദ്ധ്യാധിഷ്ഠിതമാണ് താനും. ഇതാണ് ഖുർആൻ വിഷയകമായി പറയുന്നത്. ഉപചോദ്യമുണ്ട്. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചില്ല എന്ന് വാദിച്ച് വൽ റഫഅല്ലാഹു ഇലൈഹി അല്ലെങ്കിൽ അല്ലാഹു ഉയർത്തി എന്ന് പറഞ്ഞപ്പോ ഇത് ഖാല അല്ലാഹു യാ ഈസ ഇന്നി മുതവഫീക വറാഫിഉ ഇലയ്യ. അപ്പൊ ഖുർആനിൽ വൈരുദ്ധ്യം ഉണ്ടെന്ന് വരും. വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഖുർആനിൽ വൈരുദ്ധ്യം ഉണ്ടല്ലോ എന്നാണ്. എന്താണ് ഇനി മുതവഫീക എന്ന് പറഞ്ഞാൽ എന്താണ് സുഹൃത്ത് മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞില്ല. ഖുർആനിലെ 23 സ്ഥലങ്ങളിൽ മുതവഫീഖക്ക് ജഡത്തിൽ നിന്ന് ആത്മാവിനെ പിടിച്ചെടുക്കുക എന്ന് മരിപ്പിക്കുക എന്നുള്ള അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ മുഫസ്സിരീങ്ങൾ പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞിട്ട് കിടന്ന് മറിയാണ്. അതിന് വിശദീകരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. മുതവഫീഖ എന്ന് പറഞ്ഞാൽ ജഡത്തിൽ നിന്ന് ആത്മാവിനെ പുറത്തെടുത്തു എന്ന് മാത്രമല്ല അർത്ഥം. പൂർണ്ണമായി പിടിച്ചെടുത്തു എന്നാണ്. പൂർണ്ണമായി പിടിച്ചെടുത്തു എന്നാണ്. പൂർണ്ണമായി ഏറ്റെടുത്തു എന്നാണ്. ആ പൂർണ്ണമായി ഏറ്റെടുക്കൽ, ആത്മാവിന്റെ ഏറ്റെടുക്കൽ കൂടി അതിന് പെടുന്നത് കൊണ്ട് അതിനു വേണ്ടി പ്രയോഗിക്കും, മരണത്തിന് വേണ്ടി പ്രയോഗിക്കും എന്നുള്ളത് ശരിയാണ്. ഉദാഹരണത്തിന് പരിശുദ്ധ ഖുർആനിൽ ആത്മാവിനെ മരണസമയത്ത് ഏറ്റെടുക്കുന്നതിനെയും അതേപോലെ തന്നെ ഉറക്കത്തിൽ ഏറ്റെടുക്കുന്നതിനെയും കുറിച്ച് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ. അല്ലാഹു മരണത്തിന്റെ സമയത്ത് ആത്മാവിനെ ഏറ്റെടുക്കുന്നു, ഉറക്കത്തിന്റെ സമയത്തും ഏറ്റെടുക്കുന്നു. ഉറക്കത്തിന്റെ സമയത്ത് മരിപ്പിക്കുന്നു എന്ന് ആരും മനസ്സിലാക്കിയിട്ടില്ല. ഏറ്റെടുക്കുന്നു. ഇവിടെ മരണത്തിന്റെ സമയത്ത് ഹിന മൗതിഹ, മരണത്തിന്റെ സമയത്ത് എന്താണ്? മരണത്തിന്റെ സമയത്ത് ആത്മാവിനെ മരിപ്പിക്കുന്നു എന്നാണ്. അല്ല, അവിടെയും ഏറ്റെടുക്കുന്നു എന്നാണ്. പിന്നെ എന്താ സംഭവിക്കുന്നത്? പിന്നെ ഉറക്കത്ത് കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുക്കേണ്ടവർക്ക് ആത്മാവിനെ പടച്ച തമ്പുരാൻ തിരിച്ചു കൊടുക്കുന്നു. അവിടെ ആത്മാവിനെ ഏറ്റെടുക്കുക എന്നാണ് അർത്ഥം. അതേപോലെ തന്നെ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ മുത്തവഫീക, അദ്ദേഹത്തെ പടച്ച തമ്പുരാൻ പൂർണ്ണമായി ഏറ്റെടുത്തിരിക്കുന്നു. അവിടെ ആ ഏറ്റെടുക്കൽ പൂർണ്ണമായ അർത്ഥത്തിലുള്ള ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയുടെ പൂർത്തീകരണം എന്നുള്ള നിലക്ക് ഏറ്റെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ഏറ്റെടുക്കൽ എന്താണ്? റാഫിയുക്ക, അള്ളാഹുവിലേക്ക് ഉയർപ്പിച്ച ഏറ്റെടുക്കലാകുന്നു. അവിടെ ഖുർആനിൽ യാതൊരു വൈരുദ്ധ്യമില്ല. ഖുർആനിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് വരുത്താൻ വേണ്ടി പരിശ്രമിച്ചിട്ട് കാര്യമില്ല. വൈരുദ്ധ്യാരോപണങ്ങളുമായി നടക്കുന്ന ആളുകളെ ആ വൈരുദ്ധ്യങ്ങളെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയും. ബൂമറാങ്ങായിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ ചെല്ലുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ഖുർആന്റെ സവിശേഷത ഏതാണ്? ഖുർആൻ പറഞ്ഞല്ലോ, ഇവിടെ വിഷയാവതരത്തിൽ പറഞ്ഞു, അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഖുർആനിലെ 4-ാമത്തെ അധ്യായം
നിസാഇലെ 82-ാമത്തെ വചനം. അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതെങ്ങാനും അള്ളാഹുവിങ്കൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താമായിരുന്നു. അള്ളാഹുവിങ്കൽ നിന്നുള്ളതാണ്, അതുകൊണ്ട് തന്നെ വൈരുദ്ധ്യമില്ല. ഈസാ നബിയെ കുറിച്ച് പറയുന്നിടത്ത് തവഫ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്, മുത്തവഫീക്ക എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷെ തവഫ മുത്തവഫീക്ക എന്ന് പറഞ്ഞാൽ അവിടെ മരിപ്പിച്ചു എന്നല്ല അർത്ഥം. മരിപ്പിക്കുന്നതിന് പറയും, കാരണം അത് ആത്മാവിൻ്റെ ഏറ്റെടുക്കലായതുകൊണ്ട്. ആത്മാവിനെ ഏറ്റെടുക്കലാണ് മരണം എന്നുള്ളത് കൊണ്ട് മരിപ്പിക്കുന്നതിന് പറയും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ സൂക്തത്തിലും അതേപോലെയുള്ള സന്ദർഭങ്ങളിലും പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണ്? ആത്മാവിനെ ഏറ്റെടുത്തു, പൂർണ്ണമായി ഏറ്റെടുത്തു. ആ ഏറ്റെടുക്കൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വിഷയത്തിൽ പൂർണ്ണമായ ഏറ്റെടുക്കലാണ്, അത് മരണമല്ല എന്ന് നാം മനസ്സിലാക്കുക. പേര് VP കുഞ്ഞിപ്പോക്കർ, ഒരു റിട്ടയർഡ് ലൈബ്രറിയനാണ്, പൂങ്ങോടാണ് സ്വദേശം. ഞാൻ ചോദിക്കാൻ പോകുന്നത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നത് സംബന്ധിച്ച് ഒരു ചോദ്യവും അതിനോടനുബന്ധിച്ച് പലിശയെ സംബന്ധിച്ച് മറ്റൊരു ചോദ്യവുമാണ്. ഇത് എനിക്കൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ പോലെ ചോദിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. സമ്മതം തരികയാണെങ്കിൽ വായിക്കുക, അതല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ അവിടെ തരാം, പിന്നെ കിട്ടിയാലും മതി. മറുപടി പണ്ട് നല്ല വൃത്തിയുള്ള ശീലയിൽ പൊതിഞ്ഞു കെട്ടി മുക്കുവലകയിലോ ചുമർപ്പെട്ടിയിലോ ഭദ്രമായി സൂക്ഷിക്കുകയും ആത്മഹർഷത്തിനും പുണ്യം കിട്ടുന്നതിനും വേണ്ടി മാത്രം പാരായണം ചെയ്യപ്പെടുകയും ചെയ്തിരുന്ന മുസ്ഹഫ് പിൽക്കാലത്ത് അത് പരിഭാഷപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ആശയസങ്കട്ടത്തിൻ്റെ ഉപാധിയായി മാറുകയായിരുന്നു. ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ സംവാദം കൊണ്ട് എന്തുതന്നെ ആയിരുന്നാലും സുലഭമായ സംവേദം പകരാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു വൈകാരികോന്മത്തത സൃഷ്ടിച്ചാൽ മാത്രം പോരല്ലോ. ഒരു പിടി കൂടി മുന്നേറി ഖുർആൻ പ്രയോഗവൽക്കരിക്കാനും ജീവിതത്തിൽ പകർത്താനും അത് ജീവിതശൈലിയുടെ ഭാഗമാക്കി തീർക്കാനും ഇനിയും താമസമെന്തേ? ഖുർആൻ തിരുത്തണമെന്ന് പറയാൻ നിമിത്തമായത് അത് ജീവിതത്തിൽ പകർത്താനുള്ളതാണെന്ന് കാട്ടിക്കൊടുക്കുന്നതിൽ നാം അതിൻ്റെ വക്താക്കൾ പരാജയപ്പെട്ടതുകൊണ്ടല്ലേ? ഞങ്ങളെ നീ നേർമാർഗത്തിൽ നയിക്കണമേ എന്ന ഈ നിർബന്ധ പ്രാർത്ഥന അതിൻ്റെ പരിപൂർണതയിൽ ജീവിതത്തിൽ പകർത്തിയ ജീവിച്ചിരിക്കുന്ന ഏതാനും വ്യക്തികളെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയെങ്കിലും ചൂണ്ടിക്കാണിച്ചു തരാമോ? പലിശയിൽ അന്തർലീനമായ കൊള്ളലാഭ പ്രവണതയുടെ പൈശാചിക ഭാവത്തിനും അതിൻ്റെ നിഷ്ഠൂര ഭാവ പകർച്ചക്കും മനുഷ്യരാശിയെ തന്നെ നശിപ്പിക്കാൻ കരുത്തുണ്ട്. എല്ലാ പാവങ്ങളെയും വില കൊടുത്തു വാങ്ങുന്ന ഈ നിഷിദ്ധം മഹാപാവങ്ങളിൽ വെച്ച് ഏറ്റവും ഹീനമായതാണല്ലോ. ഇതിനെ വെറുക്കുകയും വെടിയുകയും ശക്തിയായി തടയുകയും അതിനെതിരിൽ പ്രബലമായ ഫലപ്രദമായ ബദൽ സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ ഈമാനിനോട് ചേർന്ന് നിൽക്കുന്ന കടമയല്ലേ? അർപ്പണ മനോഭാവത്തോടു കൂടിയുള്ള സംഘടിതവും സുശക്തവുമായ സാമ്പത്തിക സഹകരണം അതൊന്നുകൊണ്ട് മാത്രമല്ലേ പലിശയുടെ വിപത്തിൽ നിന്ന് സമൂഹത്തിന് മുക്തമാകാൻ കഴിയുകയുള്ളൂ. ക്രയശേഷിയായ പണം ഒരരുവിയിലെ ജലം പോലെ ഒഴുകി ശുദ്ധമാവുകയും അതിൻ്റെ വഴിത്താരയിലെ എല്ലാ ആവശ്യത്തിനും അർഹതക്കുമനുസരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് പോലെ പണം ഒഴുകിക്കൊണ്ടിരുന്ന് സമൂഹത്തിലെ വ്യക്തികളുടെ ആവശ്യത്തിനും അർഹതക്കുമനുസരിച്ച് കിട്ടിക്കൊണ്ടിരുന്നെങ്കിൽ മാത്രമല്ലേ പണം അതിൻ്റെ യഥാർത്ഥ ദൗത്യം നിർവഹിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമല്ലേ സാമ്പത്തിക നീതി പുലരുന്നത്. അങ്ങനെ ചൂഷണമുക്തമായ സമൂഹം എന്ന വലിയ ലക്ഷ്യം വെച്ചുകൊണ്ട് പണത്തിൻ്റെ നിർബാധമായ ഒഴുക്ക് സൃഷ്ടിക്കാൻ ജാതി മത വിഭാഗീയ പരിഗണനകളില്ലാതെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത നിലവിലുള്ള ഉചിതമായ ആളുകളെ പങ്കാളികളാക്കിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജനകീയ പദ്ധതിയാണ് ബൈത്തുൽ മാൽ ട്രസ്റ്റ് പലിശരഹിത വായ്പാ നിധി. മതിയായ ഫണ്ട്, ഉചിതമായ ചൂഷണമുക്തമായ സമൂഹം എന്ന ദ്വിമുഖ പ്രവർത്തന പരിപാടികളാണ് അത് നിർവഹിച്ചു പൂർത്തീകരിക്കാനുള്ളത്. ഈ പരിപാടിയുമായി സഹകരിക്കാൻ വിവിധ സന്നദ്ധ സംഘടനകളോടും മതവിഭാഗങ്ങളോടും അഭ്യർത്ഥിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. അങ്ങനെ ഒരു അഭ്യർത്ഥന കിട്ടിയാൽ സഹകരിക്കുന്ന കാര്യത്തിൽ
നിങ്ങളുടെ സംഘടനയും പോഷക സംഘടനകളും സ്വീകരിച്ചേക്കാവുന്ന നിലപാട് എന്തായിരിക്കും എന്നുകൂടി അറിയാൻ യഥാർത്ഥമായ താല്പര്യമുണ്ട്. കുഞ്ഞിപ്പോക്കർ സാർ ഏതായിരുന്നാലും അദ്ദേഹം ചോദ്യമല്ല, ഒരു അഭ്യർത്ഥനയും ഒരു ട്രസ്റ്റിനെ കുറിച്ചുള്ള ഒരു ആമുഖവും എല്ലാമാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലുള്ളത്. കുഞ്ഞിപ്പോക്കർ സാറും ഞാനും നമ്മളെല്ലാവരും എല്ലാ മുസ്ലിങ്ങളും ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ ആ സിറാത്തുൽ മുസ്തഖീമിൽ പെട്ടവരാരെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയേണ്ടത് ഞാൻ എന്നാണ്. നമ്മളെല്ലാവർക്കും പറയാൻ കഴിയണം. എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ആ കഴിയുന്നില്ല എന്ന് ചോദിക്കുന്നതിന് പകരം എനിക്കതിന് കഴിയും എന്ന് പറയാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയുമോ എന്നാണ് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്. ബാക്കിയുള്ളവർക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് ചോദിക്കാൻ എളുപ്പം. എവിടെ ഒരു നല്ല മുസ്ലിം എന്ന് ചോദിച്ചാൽ ഞാൻ ഉണ്ട് എന്ന് പറയാൻ കാല ഇന്ന നീമിനൽ മുസ്ലിം എന്ന് പറഞ്ഞ ഖുർആൻ. ഞാനൊരു മുസ്ലിമാണ്, എനിക്ക് പരമാവധി എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പരമാവധി ഇസ്ലാമികമായ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ജീവിക്കുവാൻ ഞാൻ പരമാവധി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ നമുക്ക് ധൈര്യമുണ്ടോ? ധൈര്യം ഉണ്ടാവണം. കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കാണിച്ചു തരാം, ഇതാ എന്നെ എന്ന് പറയാൻ നമുക്ക് കഴിയണം. അതിന് ഓരോ രംഗത്തും, കേവലം സാമ്പത്തിക രംഗത്ത് മാത്രമല്ല, ഓരോ രംഗത്തും നമുക്ക് ഇസ്ലാമികമായ മാർഗനിർദ്ദേശങ്ങൾ അനുധാവനം ചെയ്യാൻ കഴിയണം. പ്രവാചകന്റെ ഓരോ രംഗത്തുമുള്ള മാർഗനിർദ്ദേശങ്ങൾ പരമാവധി അനുധാവനം ചെയ്യാൻ കഴിയണം. പിന്നെ പലിശരഹിതമായ വ്യവസ്ഥിതി തീർച്ചയായും ഇസ്ലാമിൻ്റെ മുന്നിലുള്ള, അല്ലെങ്കിൽ ഇസ്ലാം ലോകത്തിന് മുന്നിൽ വെച്ചിട്ടുള്ള ഏറ്റവും പ്രായോഗികമായ സാമ്പത്തിക വ്യവസ്ഥിതിയാണ് പലിശരഹിതമായ ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതി. അതിനെ പ്രയോഗവൽക്കരിക്കേണ്ടത് മുസ്ലിങ്ങൾ തന്നെയാണ്. പക്ഷേ ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതിയെ പ്രയോഗവൽക്കരിക്കുന്നതിന് പകരം നമ്മുടേതായ കുറേ കേവല സങ്കല്പങ്ങളെ പ്രയോഗവൽക്കരിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നിടത്ത് നിന്ന് ആരംഭിക്കുന്ന പലിശരഹിത സാമ്പത്തിക സംരംഭങ്ങൾ അത് പ്രായോഗികതയിലെത്താതെ പരാജയപ്പെടുന്ന പലപ്പോഴും നമ്മൾ കാണാൻ കഴിയുന്നു. വളരെ വിശദമായി ഇത്തരം ഒരു ചോദ്യോത്തര വേദിയിൽ അല്ലാതെ സംസാരിക്കേണ്ട കാര്യങ്ങളാണത്. ഇപ്പൊ പ്രോമിസറി നോട്ട് എന്നുള്ള സിസ്റ്റം മുതൽ, നമ്മുടെ കയ്യിലുള്ള നോട്ടിംഗ് സിസ്റ്റം മുതൽ ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതിയുടെ പൂർണ്ണമായ ചട്ടക്കൂടിൽ നിൽക്കുന്നുവോ എന്ന് പരിശോധിക്കപ്പെടാൻ നമുക്ക് കഴിയണം. നമ്മുടെ കയ്യിലുള്ള നോട്ട്, അതിൻ്റെ വില എന്താണ്, മൂല്യം എന്താണ് സാമ്പത്തിക ശാസ്ത്രപ്രകാരം? ആ മൂല്യമുണ്ടാക്കുന്ന വസ്തു എന്നുള്ള അർത്ഥത്തിലല്ലാതെ ഒരു കേവലം ഒരു സിഗ്നേച്ചർ നൽകുന്ന മൂല്യത്തിന് എന്ത് വിലയാണുള്ളത് എന്നത് മുതലുള്ള സാമ്പത്തിക ശാസ്ത്ര രംഗത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ ഇത്തരം ഒരു തുറന്ന വേദിയിൽ അത്തരം വളരെ സാങ്കേതികമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയില്ല. ഏതായിരുന്നാലും ഇത്തരം സാമ്പത്തിക സംരംഭങ്ങൾ ഉണ്ടാകേണ്ടത് തന്നെയാണ്. അത്തരം സാമ്പത്തിക സംരംഭങ്ങൾ തീർച്ചയായും സമൂഹത്തിൽ വളർന്നു വരേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുമാത്രമാണ് ഇസ്ലാം എന്ന് വിചാരിക്കാത്ത രൂപത്തിൽ, നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ ഉള്ള സാമ്പത്തിക സംരംഭങ്ങൾ ഉണ്ടായി വരട്ടെ. തീർച്ചയായും അത് സത്യസന്ധവും അതേപോലെ തന്നെ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് അനുഗുണവുമാണെങ്കിൽ നമുക്ക് ആർക്കും അതുമായി സഹകരിക്കുന്നതിന് പ്രയാസം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പലിശരഹിത വ്യവസ്ഥ അല്ലെങ്കിൽ പലിശരഹിത പദ്ധതി എന്നുള്ളത് അത് മാത്രമാണ് ഇസ്ലാം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ കാര്യമായിട്ട് ചോദിച്ചത്, താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന സംഘടന ഇതിന് ബദൽ സംവിധാനം ഉണ്ടാക്കാൻ എന്തു ചെയ്തു? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പലിശരഹിത സാമ്പത്തിക വ്യവസ്ഥിതിക്ക് ബദൽ ഇപ്പോഴുള്ള പലിശാധിഷ്ഠിത സാമ്പത്തിക വ്യവസ്ഥിതിക്ക് ബദൽ സംവിധാനം ഉണ്ടാക്കാൻ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സംഘടന എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നാണ്. അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഏതെങ്കിലും ഒരു സംഘടന ചെയ്യുക എന്നതിനേക്കാൾ ഇത് ഒരു പൊതുവായ പ്രശ്നമാണ്. ഒരു സംഘടനയുടെ തലത്തിൽ നിന്നുകൊണ്ട് ചെയ്യുക എന്നതിനേക്കാൾ മുസ്ലിം സമൂഹത്തിന് മൊത്തത്തിൽ ചെയ്യാനുള്ള കാര്യങ്ങളിൽ പെട്ടതാണ് ഇത്തരം കാര്യങ്ങൾ. കാരണം ഇത് സംഘടനാവൽക്കരിക്കുന്നതോ
അതിനോടനുബന്ധിച്ച് സ്വാഭാവികമായിട്ടും അത് ചെറുതാവുമ്പോൾ ഒരു സാമ്പത്തിക സംവിധാനം എന്നുള്ള നിലക്ക് പ്രയാസമാണ്. കാരണം സാമ്പത്തിക സംവിധാനമാകുമ്പോൾ സമ്പത്ത് നിങ്ങളെ എഴുതിക്കൊണ്ടുവന്ന് അതിൽ പറഞ്ഞ പോലെ തന്നെ സമ്പത്ത് സമൂഹത്തിലാണ് കറങ്ങാനുള്ളത്. മുജാഹിദുകളുടെ ഇടയിൽ കറങ്ങാനുള്ളതോ സുന്നികളുടെ ഇടയിൽ കറങ്ങാനുള്ളതോ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ ഇടയിൽ കറങ്ങാനുള്ളതോ അല്ല. അങ്ങനെയാകുമ്പോൾ സമ്പത്തിൻ്റെതായ മൂല്യം തന്നെ നഷ്ടപ്പെടാണ്. എക്കണോമിക്സ് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം സാമ്പത്തിക സംവിധാനങ്ങൾ പൊതുവായ സംരംഭങ്ങളായി ഉണ്ടായി വരേണ്ടത് തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ആ പൊതു സംരംഭങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ പലപ്പോഴും ഉണ്ടാകാറുള്ള ഒരു ദുസ്വഭാവമാണ് ഞാനീ പറഞ്ഞത്. അതാണ് വീണ്ടും ബഹുമാനായ സാറ് ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. എന്താണ് അത് പോയിട്ട് കൊണ്ടു നടക്കുന്ന ആളുകൾ ബാക്കിയുള്ള രംഗത്ത് ഇസ്ലാമികമായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതൊന്നും ആവശ്യമില്ലാത്തതും, അതെല്ലാം രണ്ടാം നമ്പറും, അതെല്ലാം ഒന്നിനും കൊള്ളാത്തതും, അതെല്ലാം പിന്നീട് മാത്രം പരിഗണിക്കേണ്ടതുമായി സംസാരിക്കുകയും അത് പറയുകയും അതിനുവേണ്ടി സംസാരിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇത്തരം രംഗങ്ങളുടെ മുന്നിലുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സംഭവം എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ടും ഇസ്ലാമിക സംഘടനകൾക്ക് അതുമായി സഹകരിക്കാൻ പ്രയാസം ഉണ്ടാകും. അത്തരമൊരവസ്ഥയില്ലാതെ ഇത് എന്നത് ഒരു സാമൂഹികമായ ആവശ്യമാണ് എന്ന് ബോധ്യപ്പെട്ട് ആ സാമൂഹിക ആവശ്യം നിർവഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനൊരുപാട് പരിമിതികളുണ്ട്. ഇന്ത്യൻ്റെ സാഹചര്യത്തിൽ അതിനൊരുപാട് പരിമിതികളുണ്ട്. ഒരു സാമ്പത്തികമായ ഒരു ഫണ്ട് ഉണ്ടാക്കുമ്പോൾ അതിന് റിസർവ് ബാങ്കിൻ്റെ അനുമതിയെ പോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുടെ ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികളും മറ്റും പരിഗണിച്ചുകൊണ്ട് തന്നെ അത് ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പലിശരഹിതമായ സംവിധാനങ്ങൾ വളരെ പരിമിതമായ അവസ്ഥയിലാണെങ്കിൽ പോലും പല കേരളം യൂണിറ്റുകളുമായി ബന്ധപ്പെട്ട് നടന്നു വരുന്നുണ്ട്. പരിമിതമായ അവസ്ഥകളിലാണ്. കാരണം ഓരോ പ്രാദേശികമായ തലത്തിലാണത്. ഒരു നെറ്റ്വർക്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ള സത്യമാണ്. പക്ഷേ എങ്കിൽ തന്നെയും പരിമിതമായ പലിശരഹിത സംവിധാനങ്ങളുണ്ട്. അത് പല സ്ഥലങ്ങളിലും സക്കാത്ത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. അതല്ലാത്ത സ്ഥലങ്ങളിൽ അങ്ങനെയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മുജാഹിദ് സമ്മേളനത്തോടനുബന്ധിച്ച് തന്നെ അത്തരമൊരു പ്രമേയം ഉണ്ടാവുകയും അതിൻ്റെ പ്രയോഗവൽക്കരണത്തിന് വേണ്ടി യൂണിറ്റുകളെ സജ്ജമാക്കുവാൻ വേണ്ടി തന്നെയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയും ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് അഹമ്മദ്, സ്ഥലം കാരവറമ്പ്. ചില ശാസ്ത്ര പുസ്തകങ്ങളിൽ മനുഷ്യൻ്റേതെന്ന് അവകാശപ്പെടുന്ന ഫോസിലുകൾക്ക് ലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണെന്ന് കാർബൺ ഡേറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, അവകാശപ്പെടുന്നു. ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യചരിത്രത്തിന് പഴക്കം വിശദീകരിക്കാം, അല്ലെങ്കിൽ ആദ്യ പ്രവാചകം തൊട്ട് മനുഷ്യചരിത്രത്തിൻ്റെ പഴക്കം വിശദീകരിക്കാം. ഫോസിലുകളുടെ പഠനത്തിൽ നിന്ന് കാർബൺ ഡേറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന് ലക്ഷക്കണക്കിന് വർഷത്തെ പഴക്കമുണ്ട് എന്ന് പറയുന്നു. എന്നാൽ ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ്റെ പഴക്കം നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ടോന്ന്, ഖുർആൻ്റെ അടിസ്ഥാനത്തിലോ ഹദീസുകളോ മനുഷ്യൻ്റെ പഴക്കം, മനുഷ്യൻ എത്ര കാലമായി ഭൂമിയിൽ വന്നിട്ടുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം ഒരു പഴക്ക നിർണയം അനിവാര്യമല്ല. അത് ഒരു ഇസ്ലാമികമായ മൂല്യങ്ങൾക്കോ അല്ലെങ്കിൽ തത്വങ്ങൾക്കോ അനിവാര്യമായൊരു സംഭവമല്ല. മനുഷ്യൻ എത്ര കാലമായി ഈ ഭൂമിയിലേക്ക് വന്നിട്ടെന്ന് പറയും. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എത്ര മുൻപായിരുന്നു എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധ്യമല്ല. ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ചില ആളുകളെല്ലാം 5000 ചില വർഷങ്ങൾക്ക് മുമ്പാണ് ഉണ്ടായതെന്നെല്ലാം പറയാൻ വേണ്ടി 5000 ചില വർഷങ്ങളായിട്ടുള്ളൂ മനുഷ്യന് വന്നിട്ടുള്ളത് എന്ന് പറയാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അതും താത്വികമായി മാത്രമല്ല, ബിബ്ലിക്കലായി പോലും അത് ശരിയായിട്ടല്ല എന്ന് പിന്നീട് പണ്ഡിതന്മാർ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. ബൈബിൾ പണ്ഡിതന്മാരെന്ന് ഖുർആൻ്റെയോ സഹിയായ ഹദീസുകളുടെയോ അടിസ്ഥാനത്തിൽ മനുഷ്യൻ ഇത്ര കാലമായി ഭൂമിയിൽ വന്നിട്ട് എന്ന് പറയാൻ ഗണ്യതമായി സാധ്യമല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ പേര് അബു വാണിയമ്പലം. വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മതാബദൻ വലാ തഖും അലാ ഖബ്രിഹി. ബൗദ്ധേവാരാധകർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കരുത്, അവരുടെ കബറിങ്ങ പോയി നിൽക്കുകയും ചെയ്യരുത്. ഇപ്പോൾ ഇവിടെ മമ്പറത്ത് പോയി ജാറും മൂടിയും ബദരീങ്ങളെയും മമ്പറത്തി പാപ്പയൊക്കെ വിളിച്ച് മരിച്ചവർക്ക് നമ്മൾ മയ്യത്ത് നിസ്കരിക്കേണ്ടത് പറ്റുമോ? നിസ്കരിക്കാൻ പാടുണ്ടോ? ബഹുദൈവ ആരാധകർക്ക് വേണ്ടി നമസ്കരിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ്. മയ്യത്ത് നിസ്കരിക്കാൻ പാടുണ്ടോ എന്നാണ് ചോദ്യം.
ഇവിടെ ആയത്ത് പറഞ്ഞിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്ന മുനാഫിക്കുകളെ കുറിച്ചാണ്. മുനാഫിക്കുകളെ കുറിച്ചാണ് ആയത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ മുശ്രിക്ക് എന്ന സാങ്കേതിക പദത്തിനകത്ത് ആരൊക്കെ വരും ആരൊക്കെ വരില്ല എന്ന ചർച്ച പണ്ഡിതന്മാർ, വലിയ വലിയ പണ്ഡിതന്മാർ നിർവഹിക്കുന്നതാണ്. മുസ്ലിം സമുദായത്തിലെ ശിർക്ക്പരമായ ആചാരങ്ങൾ വെച്ചു പുലർത്തുന്ന ആളുകൾ മുശ്രിക്ക് എന്ന സാങ്കേതിക ശബ്ദത്തിനകത്ത് അവരുമായി ബന്ധപ്പെട്ട ഹുക്കുമുകൾ അവർക്ക് ബാധകമല്ല എന്നാണ് നല്ലൊരു ശതമാനം പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ നമ്മുടെ വിഷയം അത്തരം ചർച്ചകളല്ലാത്തത് കൊണ്ട് തന്നെ വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് ബഹുമാന്യനായ സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിലേക്ക് കടന്നു പോകാൻ എനിക്ക് നിർവാഹമില്ല. എൻ്റെ പേര് ഇസ്മായിൽ, വീട് ചൂളാട്ടിപ്പാറ എന്ന സ്ഥലത്താണ്. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം, ഈ ഇസ്ലാമികമായ ഇത്തരത്തിലുള്ള സദസ്സുകളിലും അക്ബർ സാഹിബ് എഴുതിയിട്ടുള്ള പല പുസ്തകങ്ങളിലും പരലോകമുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി വിശദീകരിച്ചിട്ടുള്ള തെളിവുകൾ ഈ ലോകത്ത് നടക്കുന്ന അനീതികളെ കുറിച്ചാണ്. ഈ ലോകത്ത് അനീതി നടക്കുന്നുണ്ടെന്നും പരിപൂർണമായി നീതി നടപ്പിലാക്കാൻ ഈ ലോകത്ത് സാധ്യമല്ലെന്നും അതുകൊണ്ട് നീതി നടപ്പിലാക്കുന്ന ഒരു ലോകം ആവശ്യമാണ് എന്നുമൊക്കെ അക്ബർ സാഹിബിൻ്റെ കാസറ്റുകളിലും പുസ്തകങ്ങളിലുമൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ഗണ്ണിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് അനീതി എന്നുള്ള ഒരു വസ്തുത ലോകത്ത് ഇല്ല. അനീതി ഉണ്ട് എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ വിശാലത കുറവ് കൊണ്ട്, അതായത് സങ്കുചിതമായ മനസ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് തോന്നുകയാണ്. ഉദാഹരണത്തിന് ഗാന്ധിജിയെ വെടിവെച്ച് കൊന്ന സമയത്തും അദ്ദേഹം പറഞ്ഞത് ആ പ്രതിയെ വെറുതെ വിടണമെന്നാണ്. അതിന് കാരണം അദ്ദേഹം അഹിംസയിൽ ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നു എന്നാണ്. പ്രവാചകന് തായിഫിൽ വെച്ച് മർദ്ദനങ്ങൾ ഏറ്റ സമയത്തും അവരെ ശിക്ഷിക്കണമോ എന്ന് ചോദിച്ച സമയത്ത് അവർ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ്, അതുകൊണ്ട് വെറുതെ വിടണമെന്നായിരുന്നു പ്രവാചകൻ പറഞ്ഞിരുന്നത്. ഇനി നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് അദ്ദേഹം ചില കൃഷികൾക്ക് കൂടുതൽ വളവും നൽകും, ചിലതിനെ പിഴുതെറിയും, ചില കായകളും പൂക്കളും പ്രായമെത്തുന്നതിന് മുമ്പ് തന്നെ പറിച്ച് നശിപ്പിക്കും. പിന്നെ ഈ ചെടികൾക്ക് ബുദ്ധിയുണ്ട് എങ്കിൽ ആ ചെടികൾ ഇതേമാതിരി ആശയ സംവാദം നടത്തി വിലയിരുത്തുക ഈ കൃഷിക്കാരൻ എത്ര അക്രമിയാണ്, ക്രൂരനാണ്, പക്ഷപാതിയാണ് എന്നൊക്കെ ആയിരിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ കഷ്ടപ്പെട്ട് തേൻ സംഭരിക്കുന്ന തേനീച്ചകൾ അത് യാതൊരു പ്രയാസവും കൂടാതെ മനുഷ്യനെടുത്ത് ഭക്ഷിക്കുന്നു. ഈ തേനീച്ചകളുടെ അഭിപ്രായത്തിൽ ഈ മനുഷ്യൻ വളരെ ക്രൂരനാണ് എന്നായിരിക്കും അവർ വിലയിരുത്തുക. ഇത്തരത്തിലുള്ള ക്രൂരതകൾക്ക് വിചാരണ ചെയ്യുന്ന ഒരു ലോകമുണ്ട്, അങ്ങനെ നീതി നടപ്പിലാക്കുന്ന ഒരു ലോകമുണ്ട് എന്ന് ഈ തേനീച്ചകളോ സസ്യങ്ങളോ മനുഷ്യനെ കുറിച്ച് വിലയിരുത്തുകയാണെങ്കിൽ, ചർച്ച ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയുള്ള ഒരു ലോകമുണ്ട് എന്ന് അക്ബർ സാഹിബോ അല്ലെങ്കിൽ ഈ ഇസ്ലാമിക പ്രസ്ഥാനമോ വിശ്വസിക്കുമോ? അവരും ഇതിനൊക്കെ വിചാരണ ചെയ്യുന്ന ഒരു ലോകമുണ്ട് എന്ന് സംവാദം നടത്തി സമർത്ഥിച്ചേക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു അപ്പോൾ ഇത് സസ്യങ്ങളുടെയും ഈ തേനീച്ചകളുടെയും ഒക്കെ സങ്കുചിതമായ മനസ്സുകൊണ്ട് അവർക്ക് ഇതെല്ലാം അനീതിയായി തോന്നുന്നു. പക്ഷേ ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ തേൻ സംഭരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചോ ഈ പ്രവർത്തനങ്ങളൊന്നും ഒരിക്കലും അനീതിയായി തോന്നുന്നില്ല. അത് ഈ മനുഷ്യൻ്റെ മനസ്സിൻ്റെ വിശാലത കുറവ് കൊണ്ടാണ്. സസ്യങ്ങളും തേനീച്ചകളും അവരുടെ സങ്കുചിതമായ മനസ്ഥിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ ചോദ്യം, ഈ ലോകത്ത് നടക്കുന്ന അനീതിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നീതി നടപ്പിലാകുന്ന ഒരു ലോകം ആവശ്യമാണ് എന്ന വാദഗതിക്ക് ഇങ്ങനെ ഒരു ഡിഫക്റ്റ് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിനെക്കുറിച്ച് ഈ ലോകത്തെ അനീതിയെക്കുറിച്ച് പറഞ്ഞിട്ട് മരണാനന്തര ജീവിതത്തിൻ്റെ സത്യതയെക്കുറിച്ച് സ്ഥാപിക്കുന്നതിൽ ഡിഫക്റ്റ് ഉണ്ട് എന്നാണ് സുഹൃത്തിൻ്റെ വാദം. യഥാർത്ഥത്തിൽ ഇവിടെ പുസ്തകങ്ങളിലായിരുന്നാലും പ്രസംഗങ്ങളിലായിരുന്നാലും എല്ലാം നാം പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് നീതിനിഷ്ഠമായൊരു ലോകത്തെക്കുറിച്ചുള്ള മനുഷ്യധിഷണയുടെ തേട്ടത്തെക്കുറിച്ചാണ്. നീതി എന്നത് മനുഷ്യലോകത്ത് നടപ്പാക്കുവാൻ സാധ്യമല്ലാത്തൊരു കാര്യമാണ് എന്ന്.
അത് മനുഷ്യന് മാത്രമേ തലമുറകൾ നീണ്ടു നിൽക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും തലമുറകൾ നീണ്ടു നിൽക്കുന്ന നന്മകൾ ചെയ്യുവാനും കഴിയൂ എന്നും അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ വെച്ച് നീതി മനുഷ്യലോകത്ത് നടപ്പാക്കാൻ സാധ്യമല്ല എന്നും എന്നാൽ മനുഷ്യ മനസ്സിൻ്റെ സ്വാഭാവികമായ തേട്ടം നീതിക്ക് വേണ്ടിയുള്ള തേട്ടം നിലനിൽക്കുന്നുണ്ട് എന്നുമുള്ള വസ്തുതകളാണ് നമ്മൾ സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിക്കാറ്. ഉദാഹരണത്തിന് ഒരു പാവപ്പെട്ട സ്ത്രീ, അവർ നമ്മളെ പുസ്തകമൊന്നും വായിച്ചിട്ടില്ല, പ്രസംഗവും കേട്ടിട്ടില്ല, ഒരു വേദഗ്രന്ഥവും പഠിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു സ്ത്രീ അവരുടെ അടുത്ത അയൽപക്കത്തുള്ള ഒരു പണക്കാരൻ അധികാരി, അയാളിൽ നിന്ന് പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നു. ആ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്ന സമയത്ത് അവൾക്ക് എതിരെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം അധികാരം അയാളുടെ കയ്യിൽ, പണം അയാളുടെ കയ്യിൽ, അധികാരികളും കുങ്കാണികളും എല്ലാം അയാളുടെ കയ്യിൽ. അപ്പൊ ഈ സ്ത്രീയുടെ മനസ്സിൽ നിന്നുണ്ടാകുന്ന സ്വാഭാവികമായ തേട്ടം ദൈവം കൊടുത്തോളും. ഇത് മനുഷ്യ മനസ്സിന്റെ മാത്രം തേട്ടമാണ്. ആ തേട്ടത്തിന് ഈ ഭൂമിയിൽ വെച്ച് ഉത്തരം ലഭിക്കുന്നില്ല എന്നുള്ളത് സത്യം. ആ ഉത്തരം ആണ് മരണാനന്തര ജീവിതം. എന്തുകൊണ്ട് മരണാനന്തര ജീവിതം വേണം? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് തലമുറകൾ നീണ്ടു നിൽക്കുന്ന ഫലങ്ങളുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയും. ബാക്കി ജീവികൾ, ഇപ്പോൾ സുഹൃത്ത് പറഞ്ഞ ഏത് ഉദാഹരണം എടുത്താലും അത് എക്കോസിസ്റ്റത്തിന്റെ ഒരു സ്വാഭാവികമായ സംഭവമാണ്. പ്രകൃതിയുടെ ഒരു സ്വാഭാവികതയാണ് തിന്നും തീറ്റിച്ചും നിലകൊള്ളുക എന്നുള്ളത്. അവിടെ ഒരു ജീവിക്കും അതിൽ അനീതിയില്ല. ഒരു ജീവി ഉണ്ടാക്കുന്ന വസ്തുക്കൾ മറ്റേ ജീവി തിന്നുന്നു, ആ ജീവി ഈ ജീവിക്ക് വളമായി മാറുന്നു. ഇങ്ങനെയുള്ള ഒരു സ്വാഭാവികത ഉണ്ട്, ഒരു സൈക്കിൾ ഉണ്ട്. അതേസമയം മനുഷ്യൻ അതല്ല. മനുഷ്യന് മാത്രമേ ആ തലത്തിലുള്ള നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും കഴിയൂ. മനുഷ്യന് തലമുറകൾ നീണ്ടു നിൽക്കുന്ന തിന്മ ചെയ്യാൻ കഴിയും. മനുഷ്യന് തിന്മക്ക് നന്മയുടെ മുഖംമൂടി കൊടുക്കാൻ കഴിയും. നന്മയെ തിന്മയായി തെറ്റിദ്ധരിപ്പിക്കാനും കഴിയും. ഇതെല്ലാം മനുഷ്യർക്ക് മാത്രം കഴിയുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഹിരോഷിമ നാഗസാക്കികളിൽ ഒരു നിമിഷത്തിൽ ഒരു ആറ്റം ബോംബ് വർഷിച്ചതിന്റെ പ്രവർത്തനം, 10,000-കണക്കിന് മനുഷ്യർ കൊല ചെയ്യപ്പെട്ടു. അവിടെ എന്താണ്? 10,000-കണക്കിന് മനുഷ്യർ കൊല ചെയ്യപ്പെടുകയും അവിടെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അധികാരം സ്ഥാപിക്കാൻ വേണ്ടി. അതുമാത്രമല്ല, അടുത്ത തലമുറയിലുള്ള കുട്ടികൾ ഇപ്പോൾ അംഗവൈകല്യമുള്ളവരായി ജനിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരാൾ ഒരു നിമിഷത്തിൽ ചെയ്തു പോയൊരു പ്രവർത്തനം, അതിൻ്റെ ഫലം തലമുറകൾ നീണ്ടു നിൽക്കണം. നന്മന്റെ സ്ഥിതി അതാണ്. ഒരു നല്ല ആശയം പഠിപ്പിച്ചാൽ ആശയം കൊണ്ടുള്ള ഗുണം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് നുള്ളും. ഒരു ചീത്ത ആശയം പഠിപ്പിക്കുകയാണ്, അതിനുള്ള ദോഷവും ചിലപ്പോൾ തലമുറകൾ നിലനിൽക്കും. മനുഷ്യന് മാത്രമാണ് ഇത്തരം കഴിവുകളുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, ചിലപ്പോൾ നമ്മൾക്കെല്ലാം നന്മയാണെന്ന് തോന്നുന്ന പ്രവർത്തനം അയാൾ ചെയ്യുന്നത്, പക്ഷെ അയാളുടെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? മനസ്സിൽ അതിൻ്റെ തിന്മയാണ്, സ്വാർത്ഥതയാണ്, താല്പര്യങ്ങളാണ്. ചിലത് തിന്മയാണെന്ന് ആളുകൾ ഒരു നന്മ ചെയ്യുന്നതിനെ സമൂഹത്തിന് വേണ്ടിയുള്ള നന്മ, ഇപ്പൊ പ്രവാചകന്മാരെല്ലാം നിർവഹിച്ചത് സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം. പക്ഷെ ആ സമൂഹത്തിന്റെ നേതൃത്വം അത് തിന്മയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചു അവരെ, ജനത്തെ. അങ്ങനെ രണ്ട് തലത്തിലുണ്ടാകാം. അവിടെ മനസ്സിന്റെ അവസ്ഥയനുസരിച്ച് പ്രതിഫലം നൽകാൻ ഈ ഭൂമിയിലെ സംവിധാനങ്ങൾക്ക് സാധ്യമല്ല. മനുഷ്യന് മാത്രമേ മനസ്സിന്റെ രണ്ടവസ്ഥകളുള്ളൂ. ഖുർആൻ പറഞ്ഞല്ലോ, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. ഖുർആനിലെ 95-ാമത്തെ അധ്യായം സൂറത്തുൽ തീനിലെ 4-5 വചനങ്ങൾ. മനുഷ്യനെ ഏറ്റവും ഉന്നതമായ ഉത്തമമായ രീതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നു, അവനെ തന്നെ അധമരാക്കുകയും ചെയ്തിരിക്കുന്നു. ഈ രണ്ട് വ്യതിരിക്തതകൾ മനുഷ്യന്റെ മാത്രം സവിശേഷതയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മനുഷ്യലോകത്ത് നീതി എന്നത് മനുഷ്യ മനസ്സിന്റെ തേട്ടമാണ്. നീതിനിഷ്ഠമായ ഒരു ലോകം എന്നുള്ളത്, ആ തേട്ടത്തിന് ഉത്തരം ഈ ഭൂമിയിൽ വെച്ച് ലഭിക്കുന്നില്ല. അതിന് ഉത്തരം കൂടിയാണ് പരലോകം. പരലോകത്തെ സ്ഥാപിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കല്ല. ഇതില്ലാത്തതുകൊണ്ട് പരലോകം വേണം എന്നല്ല, മറിച്ച് നമ്മുടെ എല്ലാം മനസ്സിന്റെ തേട്ട. പരലോക നിഷേധികൾക്ക് പോലും ആ തേട്ടുണ്ട്.
പരലോക നിഷേധികൾക്ക് പോലും അത്ര തേട്ടുണ്ട്. ഇപ്പോ കാൾ മാർക്സിന്റെ വർഗരഹിത സമൂഹം, ആ തേട്ടത്തിന്, മനുഷ്യ മനസ്സിന്റെ ആ തേട്ടത്തിന്റെ സ്വാഭാവികമായ ഉൽപ്പന്നമാണ്. വില്യം മൂർ അദ്ദേഹത്തിന്റെ ഉട്ടോപ്പിയ എന്നുള്ള നോവൽ, അതിൽ ഉട്ടോപ്പിയ എന്ന് പറഞ്ഞ, ഉട്ടോപ്പസ് രാജാവിന്റെ കീഴിലുള്ള ഉട്ടോപ്പിയ എന്ന് പറഞ്ഞ രാജ്യം നീതിനിഷ്ഠമായ ലോകത്തെക്കുറിച്ചുള്ള സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ്. തോമസ് കാമ്പാനല്ലയുടെ ദ സിറ്റി ഓഫ് ദി സൺ എന്ന നോവൽ ഇതേപോലെ തന്നെയുള്ള നീതിനിഷ്ഠമായ ലോകത്തെക്കുറിച്ച് മനുഷ്യ ധിഷണയുടെ തേട്ടത്തിന്റെ പ്രതീകങ്ങളാണ്, പ്രകടനാത്മകമായ രചനകളാണ് ഇവയെല്ലാം. അപ്പൊ ഇവയിലെല്ലാം തെളിഞ്ഞു കാണുന്നത് മനുഷ്യ മനസ്സിന്റെ തേട്ടാണിത്. അത് പല തലങ്ങളിൽ ഈ ഭൂമിയിൽ തന്നെ വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഭൂമിയിൽ വരില്ല. കാരണം ഭൂമിയിലെ സംവിധാനങ്ങൾ അതിന് പറ്റിയ രൂപത്തിലുള്ളതല്ല. അവിടെയാണ് മരണാനന്തര ജീവിതം, മനുഷ്യനുള്ള മരണാനന്തര ജീവിതം. ജൈവലോകത്ത് നിങ്ങൾ പറഞ്ഞ ഉദാഹരണങ്ങളൊന്നും ഫിറ്റല്ല. കാരണം എന്താ വെച്ചാൽ ജീവികളെ സംബന്ധിച്ചിടത്തോളം അവയുടെ ഉൽപാദനവും അവയുടെ നിലനിൽപ്പും എല്ലാം തന്നെ ആ രൂപത്തിലുള്ളതാണ്. അത് പരസ്പരം സഹകരിച്ചും പരസ്പരം കൊണ്ടും കൊടുത്തുമുള്ളതാണ്. അത് നിലനിൽക്കേണ്ടത് അനിവാര്യവുമാണ്. ഇപ്പോ ഒരു നിങ്ങൾ പറഞ്ഞ ഉദാഹരണം തന്നെ, ഒരു മാവിലുള്ള ഉണ്ടാകുന്ന മാങ്ങ, അത് തിന്നാൻ വേണ്ടി വരുന്ന പക്ഷികൾ ചെയ്യുന്ന അനീതിയാണെന്ന് ബുദ്ധി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ മാവ് വിചാരിച്ചേക്കാം എന്നുള്ളതാണ് നിങ്ങളുടെ സങ്കല്പം. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല ഈ പ്രകൃതിയുടെ സംവിധാനത്തിന്റെ ഭാഗം. ഈ പക്ഷി ഇത് തിന്നാലാണ് അടുത്ത ജനറേഷൻ ഉണ്ടാവുള്ളൂ, അതിനു വേണ്ടിയുള്ള ഒരു സംവിധാനം. ഇതേപോലെ തന്നെ തേനും തേനീച്ചകളും എല്ലാം ആയിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങൾ. അപ്പൊ ഈ സംവിധാനങ്ങളെല്ലാം തന്നെ പ്രകൃതിയുടെ നിലനിൽപ്പിന്റെ ഭാഗമാണ്. അതിനെ ചൂഷണം ചെയ്യാൻ കഴിയുക മനുഷ്യന് മാത്രമാണ്. ഈ പ്രകൃതിയെപ്പോലും നെഗറ്റീവായി നശീകരണാത്മകമായി ചൂഷണം ചെയ്യാൻ കഴിയുക മനുഷ്യന് മാത്രമാണ്. ആ മനുഷ്യന് അവന്റെ കർമ്മങ്ങൾക്ക് കൃത്യമായി പ്രതിഫലം നൽകപ്പെടുന്ന ഒരു വേദി വേണം. ആ വേദിയാണ് മരണാനന്തര ജീവിതം. ആ വേദിയെക്കുറിച്ചാണ് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. മരണാനന്തര വിധം സത്യമാകുന്നത് നീതിയെക്കുറിച്ചുള്ള തേട്ടമുള്ളതുകൊണ്ട് മാത്രമല്ല, മറിച്ച് ആ തേട്ടത്തിന്റെ ഉത്തരം പറയാൻ വേണ്ടി കടന്നു വന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർ പറഞ്ഞത് സത്യമാണെന്നുള്ളതുകൊണ്ടാണ്. അതാണ് ആ പ്രവാചകന്മാർ, അവർക്ക് പ്രവാചകത്വം ദൈവത്തിൽ എന്നുള്ള ബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യം പറഞ്ഞു. ആ ബോധനം ലഭിച്ചിരുന്നവരായിരുന്നു അവർ എന്നുള്ളതിന് തെളിവുണ്ട്. ഖുർആൻ ദൈവികമാണ് എന്നതിന് തെളിവുണ്ട്. മുഹമ്മദ് നബി പ്രവാചകനാണ് എന്നതിന് തെളിവുണ്ട്. അപ്പൊ ആ തെളിവുള്ളത് കൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ നമ്മളോട് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ മരണാനന്തര ജീവിതം സത്യമാണ് എന്നത് വസ്തുതാപരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ തേട്ടത്തിന്റെ ഉത്തരമാണത് എന്ന് മാത്രമാണ് നമ്മൾ സ്ഥാപിക്കുന്നത്. അതല്ലാതെ ആ തേട്ടമുള്ളത് കൊണ്ട് മരണാനന്തര ജീവിതം ഉണ്ടെന്നല്ല. ആ തേട്ടം മനുഷ്യാസ്തിത്വത്തിന്റെ സ്വാഭാവികമായ തേട്ടമാണ്. ആ തേട്ടത്തിന് ഉത്തരം നൽകാൻ വേണ്ടി പ്രവാചകന്മാർ കടന്നു വന്നു. ആ പ്രവാചകന്മാർ പറഞ്ഞത് സത്യമാണ് എന്നുള്ളതിന് തെളിവുണ്ട് എന്നതിനാൽ മരണാനന്തര ജീവിതം യാഥാർത്ഥ്യമാണ് എന്നാണ് നാം പറയുന്നത്. സുഹൈൽ പൂങ്ങോട്, ഖുർആനിൽ വൈരുദ്ധ്യങ്ങളേ ഇല്ല എന്നാണ് നിങ്ങളുടെ വാദം. ഖുർആൻ അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്ന പ്രധാനമായൊരു പാഠമാണ് ശിർക്കിനെയും തൗഹീദിനെയും കുറിച്ചുള്ള പാഠങ്ങൾ. അതിൽ നിങ്ങളുടെ വാദം മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ അള്ളാഹുവിനോടല്ലാത്തവരോട് സഹായ അഭ്യർത്ഥന നടത്തുമ്പോൾ അത് ശിർക്കാകുന്നു എന്നുള്ളതാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണമായ ഹദീസ്, ആ ഹദീസിൽ നമുക്ക് കാണാം, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് വ്യക്തമായ വരൾച്ച അനുഭവിക്കുന്ന കഷ്ടപ്പെടുന്നൊരു കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അർത്ഥിക്കുന്നു, പ്രവാചകരെ, ഞങ്ങൾ വളരെയേറെ കഷ്ടപ്പാടിലാണ്, അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു. ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു കസീർ പോലത്തവരൊക്കെ ഇത് സ്വഹീഹാണ് എന്ന് ഉദ്ധരിക്കുന്നു. അപ്പോൾ ഈ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ തന്നെ ഖുർആനും ഖുർആൻ്റെ വിശദീകരണവും, അതായത് ഖുർആൻ തന്നെ പരസ്പര വൈരുദ്ധ്യമാണോ എന്നാണ് എൻ്റെ ചോദ്യം. ബഹുമാനപ്പെട്ട അനുജ സുഹൃത്തിൻ്റെ ചോദ്യം, ഖുർആനിൽ വൈരുദ്ധ്യമില്ലേ?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം അദ്ദേഹത്തോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ, മഴയ്ക്ക് വേണ്ടി വിളിച്ചു പ്രാർത്ഥിച്ച സംഭവം ബുഖാരിയിലുണ്ടല്ലോ എന്ന്. ഇവിടെ ഒന്നാമതായി സുഹൃത്തുക്കളെ ചോദിച്ച് പഠിക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ത്വരയെ ഞാൻ വളരെയധികം ബഹുമാനിക്കുകയാണ്. അദ്ദേഹം വണ്ടൂരിൽ നിന്നും ഇതേ ചോദ്യങ്ങൾ തന്നെ ചോദിച്ചിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഏകദേശം ഇതേമാരത്തെ ഒരാൾ തന്നെയായിരുന്നു ചോദിച്ചത്. ഇദ്ദേഹം തന്നെയാണെന്ന് എൻ്റെ ഓർമ്മ, അല്ലേ? അപ്പോൾ ഇവിടെ ഒന്നാമതായി തന്നെ ഖുർആനിൽ വൈരുദ്ധ്യമില്ലേ എന്ന് ചോദിച്ചിട്ട് ഹദീസ് എടുക്കരുത്. ഖുർആനിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണെങ്കിൽ ഖുർആനിനകത്ത് ആന്തരിക വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവണം. ഹദീസുമായി പരിശുദ്ധ ഖുർആൻ വൈരുദ്ധ്യം പുലർത്തുന്ന സംഭവങ്ങളില്ലേ എന്നാണ് ചോദ്യമെങ്കിൽ അത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഇവിടെ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പോലും സുഹൃത്തിന് ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന ആളുകൾ സുഹൃത്തിനെ പഠിപ്പിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹദീസ് എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളോ അതല്ലെങ്കിൽ സുന്നത്ത് എന്ന് നമ്മൾ പറയാറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളോ അതല്ലെങ്കിൽ കർമ്മങ്ങളോ അല്ലെങ്കിൽ റസൂലുള്ളാഹിയുടെ അനുവാദങ്ങളോ ആണ്. ഇവിടെ സുഹൃത്ത് സൂചിപ്പിച്ചത് പ്രകാരം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നടന്നു എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. അത് ഈ സാങ്കേതികമായി ഇസ്ലാമിൻ്റെ പ്രമാണമായി കടന്നു വരില്ല. ഒന്ന്. രണ്ടാമതായി ഇത് സഹീഹുൽ ബുഖാരിയിലുണ്ടെന്നാണ് അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ സഹീഹുൽ ബുഖാരിയിൽ എത്ര ഒരു സംഭവം തന്നെ ഇല്ല. മൂന്നാമതായി ഇത്തരം ഒരു സംഭവം ഇത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ആരോ ഒരാൾ കണ്ട സ്വപ്നമായിട്ടാണ് ഏതൊക്കെയോ കിതാബുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ആരോ കണ്ടൊരു സ്വപ്നം, അത് ഇസ്ലാം ദീനിൽ തെളിവുമല്ല. ഇത് ആരോ കണ്ടു, റസൂലുള്ളാഹിന്റെ ഖബറിൽ പോയി പ്രാർത്ഥിച്ചു, അത് സംഭവം നടന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഇസ്ലാം ദീനിൽ ഒരു തെളിവാകുന്ന പ്രശ്നമേ ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ സുഹൃത്ത് പറഞ്ഞ കാര്യങ്ങളൊന്നും തെളിവല്ല. മാത്രമല്ല ഖുർആനിൽ വൈരുദ്ധ്യമുണ്ട്, വിഷയമായിട്ട് ബന്ധപ്പെട്ടതാവണം എന്നുള്ളതുകൊണ്ടായിരിക്കും ഇങ്ങനെ വളച്ചത്. ഞാൻ മുമ്പ് വണ്ടൂരിൽ നിന്ന് ഈ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് തന്നെ ഉത്തരം പറയുമ്പോഴാണെന്നാണ് എനിക്കത് ഓർമ്മ. ഏകദേശം ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. മുൻകൂട്ടി തന്നെ നമ്മളൊരു ചോദ്യം കരുതി വെക്കുകയും എന്നിട്ട് വിഷയം ആ രൂപത്തിലല്ലെങ്കിൽ ആ ചോദ്യത്തിനനുസരിച്ച് വിഷയത്തിനനുസരിച്ച് ചോദ്യം മാറ്റുകയും ചെയ്യുന്നൊരു വിദ്യയുണ്ട്. ഞാൻ സാധാരണ പറയാറ് പശുവിനെ തെങ്ങിൽ കെട്ടിയിട്ട് തെങ്ങിനെക്കുറിച്ച് ഉപന്യസിക്കാന്ന്. തെങ്ങിനെക്കുറിച്ചാണ് പഠിച്ചു ചെന്നത്. അപ്പോൾ പശുവിനെ കുറിച്ച് പറയാനാണ്, എഴുതാനാണ് പരീക്ഷയ്ക്ക് വന്നത്. അപ്പോൾ അദ്ദേഹം ഉപന്യസിക്കാൻ തുടങ്ങിയത് പശു ഒരു മൃഗമാണ്, പശുവിനെ തെങ്ങിലാണ് കെട്ടാറുള്ളത്. തെങ്ങ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു സാധനം, ഒരു മരമാണ്. അതിൽ പോലുണ്ടാകും, അതിൽ തേങ്ങ ഉണ്ടാകും, അത് കുറേ ഉപകാരമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഈ രൂപത്തിൽ ഖുർആനിൽ വൈരുദ്ധ്യം ഉണ്ട് എന്ന് വരുത്തി തീർക്കേണ്ട ആവശ്യമില്ല ഈ വിഷയങ്ങൾ പറയാൻ. ഇതിൽ ഞാൻ മുൻപ് സുഹൃത്തിനോട് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. കൃത്യമായി മനസ്സിലാക്കുക, കാര്യങ്ങൾ ഉൾക്കൊള്ളുക. ഒന്ന്, നമ്മളിവിടെ ഈ സുഹൃത്ത് തർക്കിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം ശിർക്കും തൗഹീദായിട്ട് ബന്ധപ്പെട്ട കാര്യം. ആ ശിർക്കും തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒന്നാമതായി ഇവിടെ പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ എന്ന് പറഞ്ഞല്ലോ. ഖുർആനിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥന ഇതേ രൂപത്തിൽ ഉള്ള പ്രവാചകന്മാരോടോ പുണ്യപുരുഷന്മാരോടോ ഉള്ളതായി കാണാൻ കഴിയുമോ? ഇല്ലെങ്കിൽ ഈ ടെക്നിക്ക് ഖുർആൻ അവതരിപ്പിച്ച ആൾക്ക് പരിചയമില്ല എന്നല്ല എൻ്റെ അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിന്റെ സകല രംഗത്തേക്കും ഉള്ള പ്രാർത്ഥനകൾ പഠിപ്പിച്ചു, അല്ലേ? ഉറങ്ങി എണീക്കുമ്പോൾ മുതൽ ഉറങ്ങാൻ പോകുമ്പോൾ വരെയുള്ള പ്രാർത്ഥനകൾ. ആ പ്രാർത്ഥനകളിൽ ഏതിലെങ്കിലും ഒന്നിൽ അള്ളാഹു വല്ലാത്തവരെ വിളിച്ചുകൊണ്ടുള്ളൊരു പ്രാർത്ഥന കാണാൻ കഴിയുന്നുണ്ടോ? എവിടെയെങ്കിലും ഇല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സുഹൃത്ത് പറഞ്ഞ ടെക്നിക്ക് തിരിഞ്ഞില്ല എന്നാണ് അർത്ഥം. പിന്നെയുള്ളത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ആരോ ഉറക്കത്തിൽ കണ്ട വിഷയമാണ്. ആരോ ഉറക്കത്തിൽ കണ്ടതിൻ്റെ പിന്നിൽ പോകണോ നമ്മൾ? അതല്ല ഖുർആനും സുന്നത്തും പഠിപ്പിച്ച് തന്നതിൻ്റെ കൂടെ നിൽക്കണോ എന്നാണ് സുഹൃത്തിനെ പോലുള്ള ആളുകൾ ചിന്തിക്കേണ്ടത്. അത് ചിന്തിക്കുമ്പോൾ ഞാൻ മുൻപേ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. എന്താന്ന് വെച്ചാൽ
നാം ആരുടെ മുന്നിലാണ് ഈ കാര്യം അവതരിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. പരിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും നമുക്ക് അവതരിപ്പിക്കുവാനുള്ളത് ലോകത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഇസ്ലാമിനെ കുറിച്ച് അറിയാത്ത ആളുകളുടെ മുന്നിലാണ്. എന്നിട്ട് ഇത് അവതരിപ്പിച്ചിട്ട് നമ്മൾ എങ്ങോട്ടാണ് അവരെ ക്ഷണിക്കുന്നതെന്ന് ആലോചിക്കുക. എങ്ങോട്ടാണ് ക്ഷണിക്കുന്നത്? എങ്ങോട്ടാണ് നമ്മൾക്ക് ക്ഷണിക്കാനുള്ളത്? വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് പോന്ന് ശവകുടീരങ്ങളുടെ ആരാധിക്കുന്ന സമ്പ്രദായത്തിലേക്കോ? ഒരു പുണ്യപുരുഷന്, ഹിന്ദു പേരുള്ള പുണ്യപുരുഷനെ ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന സമ്പ്രദായത്തിൽ നിന്ന് മുസ്ലിം പേരുള്ള പുണ്യപുരുഷനെ പ്രാർത്ഥിക്കുന്ന സമ്പ്രദായത്തിലേക്കോ? യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം ഈസ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറഞ്ഞുകൊണ്ട് അറബിയിൽ പ്രാർത്ഥിച്ചാൽ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്ന തത്വത്തിലേക്കോ? ആലോചിച്ച് നോക്കുക, ചിന്തിച്ചു നോക്കുക. ഞാൻ മുൻപ് സൂചിപ്പിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വിശദീകരിക്കാത്തത്. അതുകൊണ്ട് ഖുർആനിൽ വൈരുദ്ധ്യമുണ്ട് എന്ന കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ഹദീസുകൾ ഖുർആനുമായി വൈരുദ്ധ്യം പുലർത്തുന്നുണ്ട് എന്ന കാഴ്ചപ്പാട് മുസ്ലിങ്ങളുടേതല്ല, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെതല്ല. ഒരിക്കലും അങ്ങനെ ഒരു കാഴ്ചപ്പാടിന് യാതൊരു അടിത്തറയുമില്ല. അങ്ങനെ വൈരുദ്ധ്യം പുലർത്തുന്ന ഒരു സംഭവം പോലുമില്ല. ഈ സംഭവമാകട്ടെ കേവലം ഒരു ഖുർആനുമായി പൊരുത്തപ്പെടാത്ത ഒരു വർത്തമാനം മാത്രമാണ് എന്ന് മാത്രമേ പറയാൻ നിർവാഹം. പച്ചയായ ദുർവ്യാഖ്യാനങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. കാരണം ഒന്നാമതായി സ്വഹീഹുൽ ബുഖാരിയിലുണ്ട് ഈ ഹദീസ് എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് ഒരിക്കലും തെളിയിക്കാൻ കഴിയില്ല. കാരണം സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസിനെ ബുഖാരി ഇമാമ് ഈ ഹദീസിനെ തൻ്റെ താരീഖുൽ കബീർ എന്നുള്ള ഗ്രന്ഥത്തിലാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് ബുഖാരി ഇമാം ഉദ്ധരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളൊക്കെ അംഗീകരിക്കുന്ന ഇബ്നു കസീറിൻ്റെ 7ാം വാള്യത്തിലെ 304-ാമത്തെ പേജിലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യമായി സ്വഹീഹുൽ ബുഖാരിയിലാണ് എന്നുള്ളത് എൻ്റെ മേൽ കെട്ടിവെച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അടുത്തതായി ഇത് സ്വപ്നത്തിൽ കണ്ടുള്ളതാണ് എന്നുള്ളതാണ് 2ാമത്തെ വ്യാഖ്യാനം. ഇങ്ങനെ ഇത് സ്വപ്നത്തിൽ കണ്ടതാണ്, യഥാർത്ഥത്തിൽ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ മേൽ പോയിട്ടില്ല എന്ന് എവിടെയും ബഹുമാനപ്പെട്ട അക്ബർ സാഹിബിനെ തെളിയിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ തെളിയിക്കേണ്ടതാണ്. അടുത്തതായിട്ടുള്ളത് നിങ്ങൾ പറഞ്ഞത് ഇത്തരം ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കും പ്രവൃത്തിയും മൗനാനുവാദങ്ങളും മാത്രമാണ് അതിൻ്റെ സാങ്കേതിക അർത്ഥത്തിൽപ്പെടുക എന്നുള്ളതും വ്യക്തമായ ധാരണ പിശകാണ്. സ്വഹാബത്തിൻ്റെയും അതുപോലെ തന്നെ താബിയുകളുടെയും ഒക്കെ വാക്കുകളും പ്രവൃത്തികളും മൗനാനുവാദികളും മുസ്ലിം ലോകം അംഗീകരിക്കും, അത് ഹദീസായിട്ട് അംഗീകരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വ്യക്തമായിട്ടുള്ള ദുർവ്യാഖ്യാനങ്ങളിലൂടെ ഈ ഹദീസിനെ പൊളിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. എന്നാൽ അത് ശിർക്കാകുകയില്ല എങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമാണല്ലോ ശിർക്കും ഇബാദത്തും. അതുകൊണ്ട് തന്നെ ശിർക്ക് എന്താണെന്നും നിർവചനം എന്താണെന്നും നിർവചനപരമായിട്ട് ഡെഫിനിഷൻ പരമായിട്ട് എന്താണ് ശിർക്ക് എന്ന് വിശദീകരിച്ചാൽ കൊള്ളാമായിരുന്നു. മുമ്പുള്ള എൻ്റെ അഭിപ്രായങ്ങൾക്കൊക്കെ മറുപടി പറയണമെന്ന് ബഹുമാനപ്പെട്ട അക്ബർ സാഹിബിനോട് ഉണർത്തുന്നു. സുഹൃത്ത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഞാൻ ദുർവ്യാഖ്യാനം ചെയ്തതാണ്. ഏതായിരുന്നാലും സുഹൃത്തായിട്ട് തർക്കിക്കാൻ ഞാനില്ല. ഈ വിഷയങ്ങൾ കിതാബുകളും വെച്ചിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അത്തരം ചർച്ചകൾ കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ചർച്ചകളിൽ സുഹൃത്തിന് പങ്കെടുക്കാവുന്നതാണ്, ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം ഒരാളുടെ കേവലമായ ഒരു പ്രവർത്തനം, അത് ഏത് ആരാണ് ചെയ്തതെന്നോ എങ്ങനെയാണ് ഉണ്ടായത് എന്നോ ഒന്നും കൃത്യമായിട്ട് അറിയാത്തൊരു കാര്യം. ആ കാര്യം ബുഖാരി ഇമാം പറഞ്ഞു എന്ന് സുഹൃത്ത് എന്താ പറഞ്ഞത് എനിക്കറിയില്ല. ഇത് ഇങ്ങനെ പറയും, അതുകൊണ്ട് ഇങ്ങനെ പറയണം, അപ്പോൾ ഇങ്ങനെയാണ് എന്ന് ദുർവ്യാഖ്യാനം ചെയ്തെന്ന് പറയണമെന്ന് ആദ്യം തന്നെ കണക്കൂട്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബുഖാരി ഇമാം തന്നെ ആയിരിക്കും സുഹൃത്ത് ചിലപ്പം പറഞ്ഞിട്ടുണ്ടാവുക. ഒരു സാധാരണ കേൾക്കുന്ന ഒരാൾ എന്നുള്ള നിലക്ക് ബുഖാരി ഇമാം പറഞ്ഞു എന്ന് പറയുമ്പോൾ സഹീഹുൽ ബുഖാരിൻ്റെ ഭാഗമാണെന്ന് ചിലപ്പോൾ ഞാൻ ധരിച്ചിട്ടുണ്ടാവും. ആ ധാരണ വരുമ്പോൾ ഇങ്ങനെ പറയണമെന്ന് സുഹൃത്തിന് പറഞ്ഞെന്ന ആളുകൾ അവർ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ അങ്ങനത്തെ ഒരു തർക്കത്തിന് വേണ്ടിയല്ല ഇവിടെ നിൽക്കുന്നത്. വർത്തമാനത്തിൽ സംസാരങ്ങളിലുള്ള അബദ്ധങ്ങളോ തകരാറുകളോ വെച്ചിട്ടുള്ള ഒരു തർക്കത്തിനല്ല ഞാൻ പറയുന്നത്. ഈ പറയുന്ന സംഭവം ഇസ്ലാം ദീനിലെ തെളിവല്ല. ഇസ്ലാമിലൊരു കാര്യം തെളിവാകണമെങ്കിൽ എന്താകണം എന്നുള്ള വിഷയത്തിൽ
പണ്ഡിതന്മാരുടെ ഏത് മാനദണ്ഡ പ്രകാരവും ഈ സംഭവം ഇസ്ലാമിൽ തെളിവാക്കുവാൻ കൊള്ളുന്ന കാര്യമല്ല. അത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. നമുക്ക് അത്രയാണ് ഈ വിഷയത്തിൽ പറയാനുള്ള അടിസ്ഥാനപരമായ കാര്യം. ഞാനിവിടെ പറഞ്ഞു, ഷിർക്കും തൗഹീദും തമ്മിലുള്ള ബന്ധത്തിൽ ഷിർക്കിന്റെ നിർവചനം എന്ത്? നമ്മൾ കുറേ നിർവചനം ചോദിച്ച് ആ നിർവചനം പറഞ്ഞ് നിർവചനത്തുമ്പോൾ കെട്ടിത്തിരിഞ്ഞ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഡിബേറ്റുകളും സംവാദങ്ങളും എല്ലാം കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുന്നത് ഷിർക്ക് ആണ്. അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന കർമ്മങ്ങൾ. അപ്പൊ അള്ളാഹുവിൻ്റെ ദാത്തിലായിരുന്നാലും സിഫാത്തിലായിരുന്നാലും അഫ്ആലിലായിരുന്നാലും പങ്കു ചേർക്കുന്നതും അതേപോലെ തന്നെ പ്രാർത്ഥനാ വഴിപാടുകൾ ഇബാദത്തുകൾ അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിക്കുന്നതുമെല്ലാം ഷിർക്കാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. പിന്നെ ഈ നിർവചനം എന്നുള്ള സംസ്കാരം തന്നെ സത്യത്തിൽ ഇസ്ലാമികമായ സാങ്കേതിക ശബ്ദത്തിന്റെ അകത്തേക്ക് കൊണ്ടുവരുന്നതാണോ എന്ന കാര്യത്തിൽ ഞാൻ സംശയാലുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലോ ഖുർആനിലോ ഒന്നും തന്നെ ഒരു സാങ്കേതിക ശബ്ദങ്ങൾക്ക് നിർവചനം എന്നുള്ളൊരു രീതി നമുക്ക് കാണാൻ കഴിയില്ല. പിന്നെ എന്താണ്, പിൽക്കാലഘട്ടത്തിലാണ് നമ്മൾ ഒരു സംഗതിക്ക് നിർവചനം എന്നുള്ള രീതി കൊണ്ടുവന്നതിന്, ഒരു ഡെഫിനിഷൻ എന്നുള്ള രീതി. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ റസൂലുള്ളാഹി കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുക. ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങളുണ്ട്, ചിന്തിക്കാൻ വേണ്ടിയാണെങ്കിൽ പഠിക്കാൻ വേണ്ടിയാണെങ്കിൽ സുഹൃത്ത് പഠിച്ചു നോക്കുക. ഈ പ്രാർത്ഥനയാണല്ലോ നമ്മൾ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ പരിശോധിച്ച് നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥനകൾ മുഴുവൻ പരിശോധിച്ച് നോക്കുക. ആ പ്രാർത്ഥനകളും ഖുർആനിലെ പ്രാർത്ഥനകളും റസൂലുള്ളാഹി പഠിപ്പിച്ച പ്രാർത്ഥനകളും എല്ലാം അള്ളാഹുവോട് മാത്രമുള്ളതാണെങ്കിൽ പിന്നെ എന്തിനു വേണ്ടി ഇത്ര ബുദ്ധിമുട്ടി ഇടങ്ങാറായി ഈ കാര്യം സ്ഥാപിക്കാൻ വേണ്ടി പാടുപെടുന്നു? ആലോചിക്കുക. തർക്കിക്കാൻ വേണ്ടിയല്ല. തർക്കം നിങ്ങൾക്ക് തർക്കിക്കാവുന്നതാണ്. അത്തരം വേദികളിൽ തർക്കിക്കാൻ പറ്റുന്ന ആളുകളുമായി തർക്കിക്കാൻ പറ്റുന്ന പണ്ഡിതന്മാർ തർക്കിക്കുക. ഇവിടെ എന്താന്ന് വെച്ചാൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതാണ്. ഇസ്ലാമിനെ സുഹൃത്തിനെ പോലെയുള്ള ആളുകൾ, വളർന്നു വരുന്ന ആളുകൾ, അവർക്ക് ലോകത്തിന്റെ മുന്നിൽ ചെയ്യാനുള്ള ദൗത്യം, നമ്മുടെ ഊർജം ചെലവഴിക്കപ്പെടേണ്ടത്, ഈ ആവേശം ചെലവഴിക്കപ്പെടേണ്ടത്, ഈ കഴിവുകൾ ചെലവഴിക്കപ്പെടേണ്ടത് അല്ല എന്തിനു വേണ്ടിയാണ്? ഇസ്ലാമിനെ ലോകത്തിന്റെ സമക്ഷത്തിങ്കൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ്. ലോകത്തിന്റെ മുന്നിൽ ഇസ്ലാമിനെ സമർപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ സമർപ്പിക്കുമ്പോൾ ഖുർആനും സുന്നത്തുമാണ് നമുക്ക് ലോകത്തിന്റെ മുന്നിൽ സമർപ്പിക്കാനുള്ളത്. ആ ഖുർആനും സുന്നത്തും സമർപ്പിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ യഥാർത്ഥത്തിലുള്ള ആശയങ്ങളിലേക്ക് നമ്മൾ ക്ഷണിക്കുമ്പോൾ ആ ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എല്ലാവരെയും ക്ഷണിക്കാനുള്ളത് ഇവിടെ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ചതുപോലെ സർവശക്തനായ തമ്പുരാനിലേക്കാണ്. സർവശക്തനായ തമ്പുരാനെ മാത്രം ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് അവനോട് കാര്യങ്ങൾ തുറന്നു പറയുകയും അവനെ പ്രാർത്ഥിക്കുകയും അവനോട് വഴിപാടുകൾ നടത്തുകയും ചെയ്യുക എന്നുള്ള ആശയം ലോകത്തിന് സമർപ്പിക്കുവാനുള്ളത് ഇസ്ലാമിന് മാത്രമാണ്. അതാണ് ഇസ്ലാമിന്റെ ആശയപരമായ അദ്വിതീയത, അജയ്യതയും അത് തന്നെ. ആ അജയ്യമായ ഇസ്ലാമിക ആദർശത്തെ ഇതും ബാക്കിയുള്ള മതത്തിനെ പോലെയുള്ള ഒരു കേവലമായ ഏർപ്പാടാണ്, കേവലമായ ജാതീയമായ ഒരു ഏർപ്പാടാണ് എന്ന് വരുത്താൻ വേണ്ടിയാണോ സുഹൃത്തിനെ പോലുള്ള ആളുകൾ വളരെ പാടുപെട്ട് പരിശ്രമിക്കുന്നതെന്ന് സ്വയം വിമർശനത്തിന് സന്നദ്ധമാവുക. ഇത്തരം വേദികളല്ല, അതിന് ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം വിഷയങ്ങൾ ഗാഢമായി ചർച്ച ചെയ്യപ്പെടുന്ന വേദികൾ കൂടി സുഹൃത്തിനെ പോലെയുള്ള ആളുകൾ സുഹൃത്ത് ഉപയോഗപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പേര് റോയ്. ഇതെൻ്റെ രണ്ടാമത്തെ ചോദ്യമാണ്. ഞാൻ കൂടരഞ്ഞിയിലൊരു ചർച്ചിൻ്റെ പാസ്റ്ററാണ്. എൻ്റെ ചോദ്യം, പരിശുദ്ധ ഖുർആനിലെ അൽ ബഖറയിലെ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, അവിടുത്തെ ദാലിക്കൽ കിതാബ്, ആ വേദഗ്രന്ഥം എന്നുള്ള പ്രയോഗമാണ് ഈ ചോദ്യത്തിന് ആധാരം. ജലാലൈനി ആണെങ്കിൽ ദാലിക്കത്ത് അലീം, അത് ബഹുമാനപദമാണെന്ന് പറഞ്ഞിട്ട് തടി സലാമത്താക്കുന്നുണ്ട്. വാസ്തവത്തിൽ അങ്ങനെയാണെങ്കിൽ, ബഹുമാനത്തിനാണെങ്കിൽ ലൗ ഹൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഇന്ന ഹാദാ ലഫി സുഹ്ഫിൽ ഊല എന്ന് പറഞ്ഞിട്ട് ഹാദ തന്നെ പ്രയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ദാലിക്കൽ കിതാബ് എന്ന് പ്രയോഗിച്ചത് ഈ വാക്യം അവതരിച്ച കാലഘട്ടത്തിൽ കിതാബായിട്ടുള്ളതും ലാ റൈബ ഫീഹി ആയതുമായ യഹൂദ ക്രിസ്ത്യാനികളുടെ കയ്യിലുള്ള തൗറാത്തും ഇൻജിലും അല്ലേ ദാലിക്കൽ കിതാബ്? ഈ വാക്യം അവതരിക്കുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ കിതാബായിട്ടുണ്ടോ? ഈ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അഥവാ സജ്ജനങ്ങൾക്ക് മാർഗദർശിയായ ഗ്രന്ഥം തൗറാത്തും ഇൻജീലും അല്ലേ
എന്നതാണ് എൻ്റെ ചോദ്യം. വ്യക്തമായ ആൻസർ പ്രതീക്ഷിക്കുന്നു.